عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما واخفض لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا صدق الله العظيم. പ്രിയമുള്ളവരെ, വിശുദ്ധ റമദാനിലെ പകൽ സമയങ്ങളിൽ നടക്കുന്ന നമ്മുടെ ക്ലാസുകളുടെ സമാപനം എന്ന നിലയിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ ഒരുമിച്ച് കൂടിയതാണ്. നാളെ ഇൻഷാ അല്ലാഹ് നമുക്ക് റമദാൻ ഉണ്ടാകും. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ ഒരു പ്രാർത്ഥന സദസ്സ് കൂടി നമുക്ക് വെക്കണം ഇൻഷാ അല്ലാഹ്. അതോടുകൂടെ ഇൻഷാ അല്ലാഹ് നമ്മള് റമദാനിൽ നേടിയെടുത്ത ഊർജവും ആവേശവുമായി ഇൻഷാ അല്ലാഹ് പുതിയ ഒരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. റമദാനിലെ ഈ പുണ്യമാക്കപ്പെട്ട ദിവസങ്ങളിൽ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹയുമായും ബന്ധപ്പെട്ടും വിശുദ്ധ റമദാനുമായും ഒക്കെ ബന്ധപ്പെട്ട് ചില വിഷയങ്ങൾ നമ്മൾ സംസാരിക്കുകയുണ്ടായി. ഇൻഷാ അല്ലാഹ് ഇന്ന് ഉമ്മ എന്ന മഹത്വം, ആ വിഷയത്തിലാണ് നമ്മുടെ പ്രഭാഷണം നടക്കുന്നത്. കൂടുതൽ സമയങ്ങൾ കളയാതെ ഇൻഷാ അല്ലാഹ് നമ്മൾ വിചാരിച്ച വിഷയത്തിലേക്ക് കടക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആനിൽ ഉമ്മയെക്കുറിച്ചുള്ള, ബാപ്പയെക്കുറിച്ചുള്ള മഹത്വങ്ങൾ പറയുന്നുണ്ട്. ഏതൊരു വിഷയവും പറയുമ്പോ ആ വിഷയത്തെ പറയുന്നതിന് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വിഷയങ്ങൾ അത് വലിയ സൂചനകളാണ്. ഉദാഹരണത്തിന് ഷഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാത്ത് എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ബഖറയിലെ ആ പുണ്യമാക്കപ്പെട്ട ആ ആയത്ത് കഴിഞ്ഞ ഉടനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഉദൂനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ചോദിച്ചോളൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. ഈ രണ്ട് ആയത്തുകളും തമ്മിൽ വലിയ ബന്ധമുണ്ട്. അല്ലാഹുവിനെ റമദാനിനെ കുറിച്ച് പറഞ്ഞ ഉടനെ തന്നെ ഉദൂനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ചോദിച്ചോളൂ, നിങ്ങൾക്ക് ഞാൻ ഉത്തരം ചെയ്യാമെന്ന് ആ ആയത്ത് അവിടെ കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം, അത് ലോകത്ത് കഴിഞ്ഞുപോയ ഒരുപാട് മഹത്തുക്കളായ ആലിമീങ്ങളും മുഫസ്സിരീങ്ങളുമെല്ലാം അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് റമദാനിനെ പരാമർശിച്ച ഉടനെ നിങ്ങൾ എന്നോട് ചോദിച്ചോളൂ, നിങ്ങൾക്ക് ഞാൻ ഉത്തരം ചെയ്യാം എന്ന് അല്ലാഹുവാകുന്ന യജമാനനായ റബ്ബ് പറയാനുള്ള കാരണം എന്താണ്? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ റമദാനിനെ കുറിച്ച് പറഞ്ഞ ഉടനെ ഈ ദുആഇനെ കുറിച്ച് പറഞ്ഞത് റമദാൻ ദുആഇന് ഇജാബത്തുള്ള മാസമാണ് എന്ന് അറിയിക്കുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ധാരാളം സമയങ്ങൾ
അല്ലാഹുവിനോട് ദുആഇന് വേണ്ടി സമയങ്ങൾ ചെലവഴിച്ചത്. ദുആ അത് വലിയ ഒരു ആയുധമാണ്. എല്ലാ ദുആകളും അല്ലാഹു സ്വീകരിച്ചു കൊള്ളണം എന്നില്ല. ചില ദുആകൾ അല്ലാഹു സ്വീകരിക്കും, ചില ദുആകൾ സ്വീകരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സമയം നിശ്ചയിക്കും. ദുആ ചെയ്താൽ മാത്രം പോരാ, ദുആഇന്റെ ശേഷം അവന്റെ ഭാഗത്തു നിന്ന് അങ്ങനെയുള്ള ഒരു ജീവിതം ഉണ്ടാകുന്നുവോ? റമദാനിൽ നോമ്പ് നോറ്റ് നന്നാവല് മാത്രമല്ലല്ലോ, റമദാൻ കഴിഞ്ഞ് ഈ റമദാനിൽ നിന്ന് ഊർജവും ആവേശവും ഉണ്ടാക്കിയെടുത്ത് അവൻ നല്ല നിലക്ക് ജീവിക്കുന്നുണ്ടോ എന്ന് അല്ലാഹു പരിശോധിക്കും. അതുപോലെ ദുആ ചെയ്താൽ ചിലപ്പോ അല്ലാഹു ഓൺ ദ സ്പോട്ടിൽ സ്വീകരിക്കും. ചിലരുടെ ദുആകള് ഓൺ ദ സ്പോട്ടിൽ സ്വീകരിക്കൂല, കുറച്ച് അല്ലാഹു താമസം കൊടുക്കും. എങ്ങനെയാണ് അവന്റെ ശൈലി, അവന്റെ രീതി, എന്നിട്ട് അല്ലാഹു ഒരു പക്ഷെ ഉത്തരം കൊടുത്തു എന്ന് വരാം. ചില ആളുകൾക്ക് അല്ലാഹു തീരെ ഉത്തരം കൊടുത്തുകൊള്ളണമെന്നില്ല. ചില ദുആകൾ ആ ദുആഇന്റെ പ്രതിഫലം, അതിന്റെ ഗുണം അല്ലാഹു ആഖിറത്തിലേക്ക് മാറ്റിവെക്കും. ചിലര് വിചാരിക്കാണ്, ഉസ്താദേ ഞാൻ എത്ര കാലായി അല്ലാഹുവിനോട് ചോദിക്കാൻ തുടങ്ങിയിട്ട്, എന്തേ എന്റെ ദുആ അല്ലാഹു സ്വീകരിക്കാത്തത്? അങ്ങനെ ആർക്കും ഒരു ധാരണ വേണ്ട കേട്ടോ. അങ്ങനെ ഒരു ധാരണ ഉണ്ടാകാൻ പാടില്ല. അല്ലാഹുവാകുന്ന യജമാനനായ റബ്ബിനെ എല്ലാം നന്നായി അറിയാം. അവൻ കാര്യങ്ങളെ നന്നായി മനസ്സിലാക്കുന്നവനാണ്. അതുകൊണ്ട് ചിലപ്പോ ഒരുപാട് തവണ ദുആ ചെയ്തിട്ടും ദുആ സ്വീകരിച്ചില്ലെങ്കിലും നമ്മളെ ദുആ നിർത്താൻ പറ്റുമോ? പറ്റൂല. പിന്നെയും ദുആ ചെയ്യണേ, പിന്നെയും ദുആ ചെയ്യണേ, ദുആ നടത്തിക്കൊണ്ടേയിരിക്കണം. എന്നാൽ ആഖിറത്തിലെത്തുമ്പോ ദുനിയാവിൽ വെച്ച് നിങ്ങൾ അല്ലാഹുവിനോട് കരഞ്ഞു ചോദിച്ചില്ലേ, അല്ലാ എനിക്കത് വേണം ഇത് വേണം, അങ്ങനെ പറഞ്ഞ് അല്ലാഹുവിനോട് ചോദിച്ചില്ലേ? ആ ചോദിച്ച ചോദ്യങ്ങൾക്ക് അല്ലാഹു ആഖിറത്തിൽ വെച്ച് പ്രതിഫലം തരും. അതൊരു വലിയ ഇബാദത്താണ്. അദ്ദുആ അദ്ദുആ ഹുവൽ ഇബാദ. പ്രാർത്ഥന അത് വലിയ ഒരു ഇബാദത്താണ്. ആ ഇബാദത്ത് ചെയ്ത് 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 അതിന്റെ പ്രതിഫലങ്ങളെല്ലാം ആഖിറത്തിലേക്ക് അല്ലാഹു കൊണ്ടുവരും. എന്നിട്ട് നമുക്ക് തരും. നമുക്ക് തരുമ്പോൾ ആ പ്രതിഫലം നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ അല്ലാഹുവിനോട് ആ ദുആ ചെയ്ത മനുഷ്യൻ പറയുമത്രേ, ദുനിയാവിൽ വെച്ച് എന്റെ ഒരു ദുആവും അല്ലാഹു സ്വീകരിച്ചിരുന്നില്ലെങ്കിൽ എത്ര നന്നായിരുന്നു അല്ലാഹ്. ദുനിയാവിൽ വെച്ച് എന്റെ ഒരു ദുആയും ഒരു പ്രാർത്ഥനയും യാ അല്ലാഹ് നീ സ്വീകരിച്ചിരുന്നില്ലെങ്കിൽ എത്ര നന്നായിരുന്നു അല്ലാഹ് എന്ന് ആ മനുഷ്യൻ പറയുമെന്ന് ആരംഭപ്പൂവായ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, അപ്പൊ നമ്മള് ഭൗതികമായ ലോകത്ത് നിന്ന് ഒരുപാട് ദുആ ചെയ്ത് അല്ലാഹ് കൊറോണ മാറണേ, അത് മാറിയില്ല. ക്യാൻസർ മാറണേ, മാറിയില്ല. തലവേദന മാറണേ, മാറിയില്ല. അങ്ങനെ ദുആ ചെയ്യണേ. ദുആ ഒന്നും അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകരിച്ചില്ല. നിങ്ങൾക്ക് ബേജാറുണ്ടോ? ഒരു ബേജാറും വേണ്ടതില്ല, ഒരു ടെൻഷനും വേണ്ടതില്ല. നമ്മളോട് പറഞ്ഞ പണി നമ്മൾ എടുക്കുക. നമ്മളോട് എന്താ അല്ലാഹു പറഞ്ഞത്? നിങ്ങൾ ചോദിച്ചോളൂ, നിങ്ങൾ ചോദിച്ചോളൂ, ഞാൻ ഉത്തരം തരാം. ആ ഉത്തരം ഒരുപക്ഷെ ദുനിയാവിൽ വെച്ച് തരും,
ഒരുപക്ഷെ ആ ഉത്തരം അല്ലാഹു തരുന്നത് ആഖിറത്തിൽ വെച്ചാവും വലിയ പ്രതിഫലം. അതിങ്ങനെ കയ്യിൽ കിട്ടുമ്പോ മനുഷ്യൻ അറിയാതെ പറയും, എന്റെ ഒരു ദുആവും അല്ലാഹു സ്വീകരിച്ചിരുന്നില്ലെങ്കിൽ അത്രയും വലിയ കൂലി അല്ലാഹു അതിന് ആഖിറത്തിൽ നൽകുന്നത് കൊണ്ടാണല്ലോ മനുഷ്യൻ അങ്ങനെ ആഖിറത്തിൽ വെച്ച് പറയുന്നത്. നിങ്ങൾ ചിന്തിക്കണം, ആഖിറത്തിൽ വെച്ചിട്ട് എന്റെ ഒരു ദുആവും അല്ലാഹു സ്വീകരിച്ചിരുന്നില്ലെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് മനുഷ്യൻ പറയണമെങ്കിൽ ആ ദുആഇന് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തുമാത്രം വലിയ പ്രതിഫലമായിരിക്കും. അതുകൊണ്ട് മടിയില്ലാതെ ചോദിച്ചോ, ഒരു മടിയും വേണ്ട. ദുആ അല്ലാഹു സ്വീകരിക്കട്ടെ, സ്വീകരിക്കാതിരിക്കട്ടെ, ചോദിക്കുക തന്നെ, ചോദിക്കുക തന്നെ. റമദാൻ മാസം ദുആ സ്വീകരിക്കപ്പെടാനും അതോടൊപ്പം ദുആഇന്റെയും കൂടി മാസമാണ്. നമ്മൾ ഒരുപാട് റബ്ബിനോട് ചോദിച്ചു. അല്ലാഹു എല്ലാം നമ്മളിൽ നിന്ന് അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ, അല്ലാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. അതിന്റെയൊക്കെ വലിയ ഗുണം നാളെ ആഖിറത്തിൽ അനുഭവിക്കാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്ക് തരട്ടെ. ഞാൻ എന്തിനാ ഇത് പറഞ്ഞത്? ഒരു ആയത്തും മറ്റൊരു ആയത്തും തമ്മിൽ വലിയ ബന്ധമുണ്ട്. എന്നാൽ മാതാപിതാക്കളുടെ മഹത്വം പറയാൻ വേണ്ടി അല്ലാഹു ഖുർആനിൽ ഒരു ആയത്ത് പറഞ്ഞു, വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹ്. അല്ലാഹുവിനെ അല്ലാതെ വേറൊരാളെയും നിങ്ങൾ ആരാധിക്കാൻ പാടില്ല. വഖളാ റബ്ബുക, അല്ലാഹു നിങ്ങളോട് നിശ്ചയിച്ചിരിക്കുകയാണ്, തീരുമാനിച്ചിരിക്കുകയാണ്. വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹ്. അല്ലാഹുവിനെ അല്ലാതെ വേറെ ഒരാളെയും നിങ്ങൾ ആരാധിക്കാൻ പാടില്ല, നിങ്ങൾ ഇബാദത്ത് ചെയ്യാൻ പാടില്ല. ഇബാദത്ത് അല്ലാഹുവിന് മാത്രമാണ്. വേറെ ഒരാൾക്കും നമ്മൾ ഇബാദത്ത് ചെയ്യാൻ പാടില്ല, ഒരാൾക്കും ഇബാദത്ത് ചെയ്യാൻ പാടില്ല. ഇബാദത്ത് അല്ലാഹുവിന് മാത്രമാണ്. ആരാധനകൾ അല്ലാഹുവിന് മാത്രമാണ്. നിസ്കാരം അല്ലാഹുവിനാണ്, നോമ്പ് അല്ലാഹുവിനാണ്, സക്കാത്ത് അല്ലാഹുവിനാണ്, ഹജ്ജ് അല്ലാഹുവിനാണ്. ഏത് കർമ്മങ്ങളും അത് അല്ലാഹുവിന് വേണ്ടിയാണ്. അല്ലാഹുവിന് വേണ്ടിയല്ലാതെ നിങ്ങൾ വേറൊരാൾക്കും ഇബാദത്ത് ചെയ്യരുത്, ആരാധനകളിൽ ഏർപ്പെടരുത് എന്ന് അല്ലാഹുവിന്റെ തീരുമാനം വന്നിരിക്കുകയാണ്. അത് പറഞ്ഞ ഉടനെയാണ് അല്ലാഹു പറയുന്നത്, വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ. അത് പറഞ്ഞ ഉടനെയാണ് അല്ലാഹു പറയുന്നത്, വബിൽ വാലിദൈനി ഇഹ്സാനാ. നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് നല്ല നിലക്ക് വർത്തിക്കണേ. അപ്പൊ അല്ലാഹുവിനെ അല്ലാതെ വേറൊരാളെയും നിങ്ങൾ ആരാധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിന്റെ ശേഷം അല്ലാഹു പറയുന്നത്, മാതാപിതാക്കളെ അനുസരിക്കണേ. അതിലൊരു ബന്ധമില്ലേ? അതിലൊരു ബന്ധമില്ലേ? ഉണ്ട്, വലിയ ഒരു ബന്ധം അവിടെയുണ്ട്. എന്താണ്? ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒന്നാണ് തൗഹീദ് എന്ന് പറയുന്നത്. അല്ലാഹുവിനെ അല്ലാതെ വേറൊരാളെയും ആരാധിക്കാൻ പാടില്ല. നമ്മൾ വേറെ ആരെങ്കിലും ആരാധിക്കാറുണ്ടോ? ഇല്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ ആരാധിക്കാറുണ്ടോ? ഇല്ല. ഔലിയാക്കളെ നമ്മൾ ആരാധിക്കാറുണ്ടോ? ഇല്ല. അവരെയൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഹബീബായ തങ്ങളെ നമ്മൾ ആരാധിക്കാറില്ല, ആദരിക്കാറുണ്ട്. ആദരവ് വേറെ, ആരാധന വേറെ. അത് രണ്ടും രണ്ടാണ്. ആരാധന വേറെ, ആദരവ് വേറെ. ഹബീബായ തങ്ങൾ ആദരിക്കുകയാണ്,
ഹബീബായ തങ്ങളുടെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഒരു അവതാരമാണെന്നോ അല്ലാഹുവിന്റെ ഒരു പുത്രനാണെന്നോ അല്ലാഹുവിന്റെ ഒരു പ്രത്യേകമായ അല്ലാഹുവിന്റെ അവതാരമാണ് എന്നൊന്നുമുള്ള വിശ്വാസം നമുക്കില്ല. നമുക്കുള്ള വിശ്വാസം എന്താണ്? വുളു എടുത്തു കഴിഞ്ഞതിന്റെ ശേഷം രണ്ട് കൈകളും ആകാശത്തേക്ക് ഉയർത്തി നമ്മൾ നടത്തുന്ന ഒരു ദുആ ഇല്ലേ? ആ ദുആ എല്ലാവരും നടത്താറുണ്ടോ? ഉണ്ടോ? വുളു എടുത്തു കഴിഞ്ഞിട്ട് ഇങ്ങനെ വരലാം. വുളുവിന്റെ ശേഷം വുളുവിന്റെ ശേഷമുള്ള ആ രണ്ട് കൈകളും ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ടുള്ള പ്രാർത്ഥനകള് എല്ലാ ദിവസവും മുടങ്ങാതെ നടത്തുന്ന ആളുകൾ ഉണ്ടോ? ഉണ്ടോ? എനിക്ക് മറുപടി കിട്ടണം. ഉണ്ട്. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ഉണ്ട്. എന്നാ എല്ലാരും നടത്തണം കേട്ടോ. ഒരാൾ ഒഴിവാക്കരുത്, ഒരാളും നഷ്ടപ്പെടുത്തി കളയരുത്. എന്താ ഗുണം എന്നറിയോ? എന്റെ ഗുണം ഞാൻ പറയണോ? സുബ്ഹാനല്ലാഹ്. വുളുവിന്റെ ശേഷമുള്ള ദുആ, ആ ദുആ വലിയ ഫലമുള്ള ദുആയാണ്. ആ ദുആ ആരെങ്കിലും നടത്തിയാൽ അതിന്റെ പ്രതിഫലം അയാൾക്ക് അല്ലാഹു ഒരിക്കലും വേറൊരാൾക്കും കൊടുക്കൂല. ആഖിറത്തിലെത്തുമ്പോ ചില ആള് വരും, എന്നിട്ട് ആഖിറത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോ കുറെ നിസ്കരിച്ചിട്ടുണ്ടാവും, കുറെ നോമ്പ് നോറ്റിട്ടുണ്ടാവും, കുറെ സദക്ക കൊടുത്തിട്ടുണ്ടാവും, അല്ലാഹ് ചൊല്ലിയ ദിക്റുകൾക്കും സ്വലാത്തുകൾക്കും ഒരു കയ്യും കണക്കുണ്ടാവൂല. അങ്ങനെ ഇങ്ങനെ നിൽക്കുമ്പോ അപ്പുറത്തെ ആമിനാനെ വിളിക്കും, അല്ലെങ്കിൽ അപ്പുറത്തെ ഖദീജാനെ വിളിക്കും. കുറച്ച് നീ എടുത്തോ, നിസ്കരിച്ച നിസ്കാരം കുറച്ച് നീ എടുത്തോ, കുറച്ച് നിനക്ക്, അല്ലേ, കുറച്ച് നിനക്ക്. അങ്ങനെ വിതരണം ചെയ്യും അല്ലാഹ്. എന്തേ കാരണം? നല്ല രസമുണ്ടായിരുന്നു നോമ്പ് കഴിഞ്ഞിട്ട്. നോമ്പിന് ആ പ്രശ്നം ഉണ്ടായിട്ടില്ല. അയൽപക്കക്കാര് വരിക, സ്വറ പറയാ, ഇല്ല ഗീബത്തും നമീമത്തും മുഴുവനും പറയാ. അന്ന് റമദാനിൽ ഉണ്ടായിട്ടില്ല. റമദാൻ കഴിയാണ് ചിലർ തുടങ്ങാൻ വേണ്ടി. റമദാൻ കഴിയാൻ കാത്തിരിക്കുകയാണ്. ആ സ്വറ പറയൽ ആരംഭിക്കാൻ സൂക്ഷിക്കണേ, നന്നായി സൂക്ഷിക്കണം. അപ്പുറത്തെ ഖദീജാനെയും അപ്പുറത്തെ ആമിനത്താത്തനെയും അതുപോലെ തന്നെ പലരിങ്ങനെ വിളിക്കും, വരി ഇന്ന കുറച്ച് നിനക്ക്. നിസ്കരിച്ച കുറെ നിസ്കാരം ഉണ്ടായിരുന്നു, അത് നിങ്ങൾ പിടിച്ചോളൂ. വേറെ കുറെ ഇബാദത്ത് ഉണ്ടായിരുന്നു, അത് നിങ്ങൾ പിടിച്ചോളൂ. അങ്ങനെ അള്ളാഹു ഓരോരുത്തരും വിതരണം ഇങ്ങനെ ചെയ്യാൻ തുടങ്ങും. കൊടുത്ത് അവസാനം തീർന്നുപോയി. ഇല്ല, ഒന്നുമില്ല, കൊടുക്കാനൊന്നുമില്ല. നിസ്കരിച്ച നിസ്കാരം അപ്പുറത്തെ ആമിനത്താത്ത കൊണ്ടുപോയി, ചെയ്ത സദക്ക ഇപ്പുറത്തെ ഖദീസുമ്മ കൊണ്ടുപോയി. അങ്ങനെ പലരും കൊണ്ടുപോയി. എല്ലാം കഴിഞ്ഞ് അവസാനം കയ്യിലൊന്നുമില്ല, ഒന്നും എടുക്കാനില്ല. അപ്പൊ പിന്നെന്താ ചെയ്യാ? അപ്പൊ പിന്നെയുള്ള പരിപാടി, അയാളുടെ കുറെ തിന്മയുണ്ടാവും, അതെടുത്ത് ഇങ്ങോട്ട് തരും. അങ്ങനെയാ അല്ലാഹ്. ആഖിറത്തില് വലഞ്ഞ ആളുകൾ, പാപ്പറായ ആളുകൾ ആരാണ്? ഹബീബായ തങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞില്ലേ, ആരാണ് അല്ലാഹുവിന്റെ റസൂൽ? ആരാണ് മനിൽ മുഫ്ലിസ്? ആരാണ് പാപ്പരായ ആളുകൾ? ആരാണ്? പണമോ പൈസയൊന്നും ഇല്ലാത്ത ആളല്ല. ഉള്ള അമലുകൾക്കൊക്കെ വേറെ ആളുകൾക്ക് കൊടുത്ത് അവസാനം കൊടുക്കാനില്ലാതിരിക്കുമ്പോ പിന്നെ ഇങ്ങോട്ട്. അപ്പൊ അയാളുണ്ടാവും, ചെയ്ത കുറെ തെറ്റുണ്ടാവും, അതെടുത്ത് ഇങ്ങോട്ട്. അങ്ങനെ തന്ന് പിന്നെ ഇങ്ങോട്ട് തെറ്റുകളുടെ കൂമ്പാരമായി. അല്ലാഹ് കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ.
വേണ്ട പെങ്ങളെ, വേണ്ട ഉമ്മ, വേണ്ട സഹോദരി, ഒരാളുടെയും കുറ്റങ്ങളും കുറവുകളും പറഞ്ഞ് നമ്മൾ ജീവിക്കണ്ട കേട്ടോ. ഗീബത്ത് പറയണ്ട, നമീമത്ത് പറയണ്ട, ഒരിക്കലും പാടില്ല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. റമദാനിന്റെ അവസാന ദിവസം പറയാം. അതുകൊണ്ട് ഞാന് അങ്ങനെ ഒരു പ്രവർത്തനത്തിനില്ല എന്ന് തീരുമാനിക്കണം. ഇത് നോറ്റ നോമ്പിന്റെ കൂലിയൊക്കെ ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കിടന്നിട്ട് നിങ്ങൾക്ക് ഞാൻ തരാം 1,00,000 റുപ്യ, നിങ്ങൾ ആ നോമ്പൊന്ന് മുറിക്കോ എന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ മുറിക്കോ? 1,00,000 അല്ല ഉസ്താദേ, 10 കോടി ഉറുപ്പ തന്നാലും ഞാൻ മുറിക്കൂല. എന്തേ കാരണം? നോമ്പിന്റെ പവർ അതാണ്. എന്നാൽ ആ നോമ്പിന്റെ കൂലിയാണ് റമദാൻ കഴിഞ്ഞിട്ട് ആർക്കൊക്കെയോ കൊണ്ടുപോയി കൊടുക്കുന്നത്. വേണ്ട പെങ്ങളെ, വേണ്ട സഹോദരി, ഒരിക്കലും പാടില്ല. നല്ല തീരുമാനം എടുത്തോ, നല്ല തീരുമാനം എടുത്തോ. ഒരാളെയും ഞാൻ ഗീബത്തും നമീമത്തും പറയില്ല. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അള്ളാഹു നമ്മുടെ ഖൽബ് നന്നാക്കി തരട്ടെ. അള്ളാഹു നമ്മുടെ ഹൃദയം നന്നാക്കി തരട്ടെ. അങ്ങനെ കൊടുക്കുന്ന ആളുകളുണ്ടാവും. കൊടുക്കുന്ന സമയത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല വുളൂഇന്റെ ശേഷമുള്ള ഈ ദുആ ഉണ്ടല്ലോ, ആ ദുആ നടത്തിയവരുടെ പ്രതിഫലം അല്ലാഹു വേറൊരാൾക്കും കൊടുക്കൂല. നിസ്കരിച്ച നിസ്കാരം നോമ്പൊക്കെ കൊടുക്കും. പക്ഷെ വുളൂഇന്റെ ശേഷമുള്ള ഈ ദുആ ഉണ്ടല്ലോ, ഈ ദുആഇന്റെ പ്രതിഫലം അല്ലാഹു വേറൊരാൾക്കും കൊടുക്കൂല. അത് നിങ്ങൾക്ക് മാത്രം ഉള്ളതാണ്. ചിലപ്പോ അതുകൊണ്ടാണ് രക്ഷപ്പെടുന്നതെങ്കിലോ, ആഖിറത്തിൽ രക്ഷപ്പെടുന്നത് ചിലപ്പോ ആ അമല് കൊണ്ടാണെങ്കിലോ. അതുകൊണ്ട് വുളൂഇന്റെ ശേഷം 2 കൈകളും ഉയർത്തി അല്ലാഹുവിനോട് ദുആ ചെയ്യണം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്ന് തുടങ്ങിയിട്ടുള്ള ആ ദുആയിൽ അബ്ദുഹു വറസൂലുഹു എന്താണ്? മുത്തുനബിയെ കുറിച്ചുള്ള നമ്മുടെ വിശ്വാസം മുത്തുനബി അല്ലാഹുവിന്റെ അവതാരമാണ് എന്നാണോ? അല്ല, അബ്ദുഹു വറസൂലുഹു, അല്ലാഹുവിന്റെ റസൂല് അല്ലാഹുവിന്റെ അടിമയാണ്. അല്ലാഹുവിന്റെ അടിമ മാത്രമല്ല, അല്ലാഹുവിന്റെ റസൂലും കൂടിയാണ്. ദൃഢമായ വിശ്വാസമാണ്, ശരിയായ വിശ്വാസമാണ്. അല്ലാതെ നമ്മളെ കുറിച്ച് ആരെങ്കിലും ആരോപിക്കും പോലെ നമ്മൾ ശിർക്ക് ചെയ്യുന്ന ആളുകൾ അല്ല. നമ്മൾ ശിർക്ക് ചെയ്യുന്ന ആളുകൾ അല്ല. അല്ലാഹുവിനെ അല്ലാതെ വേറെ ഒരാളെയും നമ്മൾ ആരാധിക്കുന്നില്ല. ആദരിക്കും നമ്മൾ ആരെ? ഹബീബായ തങ്ങളെ ആദരിക്കും, ഔലിയാക്കളെ ആദരിക്കും, സ്വാലിഹീങ്ങളെ ആദരിക്കും. അവരുടെ മഖ്ബറുകളിൽ ചെന്നിട്ട് നമ്മൾ ദുആ ചെയ്യും അല്ലാഹുവിനോട്. അവരോട് നമ്മൾ വസീലകൾ തേടും, അവരോട് നമ്മൾ ഇസ്തിഗാസകൾ നടത്തും. അപ്പൊ ആരാധന അല്ലാഹുവിന് മാത്രമാണ്. അതേ സമയത്ത് അല്ലാഹ് ആദരിക്കാൻ വേണ്ടി പറഞ്ഞതിനെയും ആദരിക്കാൻ വേണ്ടി പറഞ്ഞവരെയുമെല്ലാം നമ്മൾ ആദരിക്കും. അപ്പൊ തൗഹീദ് അത് വലിയ വിഷയമാണ്. തൗഹീദ് വലിയ വിഷയമാണ്. അല്ലാഹുവിനെ അല്ലാതെ വേറൊരാളെയും ആരാധിക്കാൻ പാടില്ല. നിങ്ങൾക്ക് ആരുടെയെങ്കിലും മുന്നിൽ സുജൂദ് ചെയ്യാനുള്ള അവകാശമുണ്ടാകുമായിരുന്നുവെങ്കിൽ അത് സ്വന്തം ഭാര്യ ഭർത്താവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ അല്ലാഹു കൽപ്പിക്കുമായിരുന്നുവെന്ന് ആരംഭ പൂവായ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയട്ടെ. മദനിയും കുടുംബങ്ങളെ, ഹബീബായ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുകയാണ്, വഖല്ലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹ്, അല്ലാഹുവിനെ അല്ലാതെ നിങ്ങൾ വേറൊരാളെയും ആരാധിക്കാൻ പാടില്ല.
അതേ സമയത്ത് അല്ലാഹു ആ വിഷയം പറഞ്ഞ ഉടനെയാണ് വബിൽ വാലിദൈനി ഇഹ്സാനാ. തൗഹീദിന് എത്ര വലിയ പ്രാധാന്യമുണ്ട്. ഇസ്ലാമിന്റെ അടിത്തറ തൗഹീദാണ്. തൗഹീദില്ലാതെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. അള്ളാഹുവിന്റെ ഏകത്വത്തെ അനുസരിക്കലാണ്, അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യലാണ്. ആ തൗഹീദിന്റെ വിഷയം പറഞ്ഞ ഉടനെയാണ് അല്ലാഹ് പറയുന്നത് വബിൽ വാലിദൈനി ഇഹ്സാനാ. നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് നല്ല നിലക്ക് പെരുമാറണേ. അപ്പൊ തൗഹീദിന് എത്ര വലിയ പ്രാധാന്യമുണ്ടോ അതുപോലത്തെ ഒരു പ്രാധാന്യം മാതാപിതാക്കളോട് ഉണ്ടാകണമെന്നല്ലേ അല്ലാഹുവിന്റെ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. മനസ്സിലായോ? വബിൽ വാലിദൈനി ഇഹ്സാനാ. മാതാപിതാക്കളോട് ഇഹ്സാൻ. എന്താണ് ഇഹ്സാൻ? മൽ ഇഹ്സാൻ. എന്താണ് ഇഹ്സാൻ? മാതാപിതാക്കളോട് നല്ല നിലക്ക് വർത്തിക്കുക, അവർക്ക് നന്മകൾ ചെയ്യുക, അവരുടെ ഒരു ശരിയായ മകനായി മകളായി ജീവിക്കുക. അതേതൊരു മക്കളുടെ മേലിലും വളരെ നിർബന്ധമായ ഒരു കടമയാണ് മാതാപിതാക്കളോടുള്ള സ്നേഹം. ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബരി അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയാൻ ഇമ്മാ യബ്ലുഗന്ന ഇൻദകുമാ ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബരി അഹദുഹുമാ. അവരിൽ ഏതൊരാൾക്കെങ്കിലും വയസ്സായി, അല്ലേ, ചെറിയ പ്രായത്തില് നമ്മൾ ഉമ്മാന്റെ അടുക്കൽ കിടക്കാൻ മത്സരിക്കുമായിരുന്നു. ഉമ്മാന്റെ അടുക്കൽ കിടക്കാൻ നമുക്ക് ആവേശമായിരുന്നു. നമ്മളെ അരികത്തേക്ക് ചേർത്ത് പിടിച്ച ഉമ്മയാണ്. പക്ഷേ വയസ്സാകുമ്പോ ആ ഉമ്മാനോട് നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട, അവിടെ തന്നെ നിന്നോളി എന്ന് പറയുന്ന കാലഘട്ടമല്ലേ. വയസ്സാകുമ്പോ മക്കള് മത്സരിക്കുന്നത് എന്തിനാ? ഉമ്മാനെ നീ എടുത്തോ എന്ന് പറയാൻ. ഒരു 4-5 പെൺമക്കൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ 4-5 മക്കളുണ്ടെങ്കിൽ ഒരു മകള് പറയും ഉമ്മാനെ നീ എടുത്തോ. അപ്പൊ വേറൊരാൾ പറയും അല്ല, ഉമ്മാനെ നീ എടുത്തോ. ഇങ്ങനെ ഉമ്മ ഒരു പന്ത് പോലെ. സുബ്ഹാനല്ലാഹ്, നഊദു ബില്ലാഹ്. ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബരി അഹദുഹുമാ. അവരിൽ ഒരാൾ, അത് മാതാപിതാക്കളാ, ഉപ്പയാവട്ടെ ഉമ്മയാവട്ടെ, അവർക്ക് വയസ്സായി. അങ്ങനെയാണെങ്കിലോ ഇൻദകൽ കിബരി അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ. അവര് വയസ്സാവട്ടെ വയസ്സാവാതിരിക്കട്ടെ, മാതാപിതാക്കൾ എന്തെങ്കിലും ഒരു വിഷയം നിന്നോട് പറഞ്ഞാൽ ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ, ഛേ എന്ന ഒരു വാക്ക് പോലും അവരോട് നിങ്ങൾ പറയരുത്. ഉഫ്, അത് അറബികൾക്കിടയിൽ ഉഫ് അതിന്റെ അർത്ഥം ഛേ എന്നാണ് എന്ന് നമ്മൾ മലയാളത്തിൽ വെക്കുകയാണ്. ഉഫ് എന്ന് പറഞ്ഞാൽ അറബികൾക്ക് ഒരു പദപ്രയോഗമാണ്. എന്തെങ്കിലും പറയുമ്പോഴേക്ക് ഉഫ് എന്ന് പറയുന്ന ഒരു ശൈലി. അപ്പൊ നിങ്ങളുടെ മാതാപിതാക്കളോട് അത് അങ്ങനെ ഒരു വാക്ക് പോലും നിങ്ങൾ പറയരുത്. അങ്ങനെയുള്ള ഒരു ലോകത്തുനിന്ന് മാറി വാക്ക് പറയാൻ പാടില്ല എന്നാ പറഞ്ഞു. ഇപ്പൊ അതൊക്കെ മാറി. സുബ്ഹാനല്ലാഹ്. സ്വന്തം ഉമ്മയെ അടിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പുതിയ കാലഘട്ടമല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഉമ്മമാരോട് വലിയ സ്നേഹം വേണം, ഉമ്മയോട് വലിയ ബഹുമാനം വേണം, ഉമ്മയോട് വലിയ ആദരവ് വേണം. ഉമ്മയെ ബഹുമാനിച്ച ഒരാളും ജീവിതത്തിൽ പരാജയപ്പെട്ടിട്ടില്ല.
യഹ്യ ഇബ്നു ശറഫ് എന്ന് പറയുന്ന ഒരു കുഞ്ഞുമോനെ നിനക്ക് അറിയൂ, നിങ്ങൾക്ക് അറിയൂലേ? ആരാണ് ആ കുഞ്ഞുമോൻ? സുബ്ഹാനല്ലാഹ്, ഉമ്മ പറയാണ്, മോനെ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരൂ. ആ മകനതാ വെള്ളമെടുക്കാൻ പോവുകയാണ്. പാവപ്പെട്ട ഉമ്മാന്റെ മുന്നിലേക്ക് വെള്ളവുമായി കയറി വരുമ്പോ ആ ഉമ്മ കിടന്ന് ഉറങ്ങുകയാണ്. നമ്മളാണെങ്കിലോ വേണമെങ്കിൽ കുടിച്ചോട്ടെ, ഞാനിവിടെ വെച്ച് പോവുകയാണെന്ന് പറഞ്ഞ് പോവൂലേ? ഉമ്മ കിടക്കുന്നതിന്റെ സമീപത്ത് വെള്ളം കൊണ്ടുവച്ച് ഒരുപക്ഷെ ഉമ്മാനെ വിളിച്ചുണർത്തിയിട്ട് വെള്ളം കുടിപ്പിച്ചു പോകും, അല്ലേ? എന്നാൽ ആ കുഞ്ഞുമോൻ ചിന്തിക്കുകയാണ്, എന്റെ ഉമ്മാന്റെ ഉറക്ക് കളയാൻ പറ്റൂല. ഉമ്മ എഴുന്നേൽക്കുന്നത് വരെ ആ ഉമ്മാന്റെ സമീപത്ത് കാത്തു നിൽക്കുകയാണ് യഹ്യ ഇബ്നു ശറഫ് എന്ന് പറയുന്ന ആ പൊന്നുമോൻ. ഉമ്മ കുറെ കഴിഞ്ഞ് പാതിരാ സമയത്ത് എഴുന്നേൽക്കുമ്പോ കാണുന്നത് പൊന്നുമോൻ അതേ യഹ്യ ഇബ്നു ശറഫ് വെള്ളവുമായി ഉമ്മാന്റെ സമീപത്ത് നിൽക്കുന്നതാണ്. ആ ഉമ്മ മകനെ കണ്ടപ്പോ ആ ഉമ്മാന്റെ കണ്ണിലൂടെ കണ്ണുനീര് വരികയാണ്. അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു, അല്ലാ എന്റെ മകനെ നീ വലിയ ഉന്നതിയിലേക്ക് എത്തിക്കണേ അല്ലാ. ആ മകനാണ് പിന്നീട് ഇമാം നവവി റഹിമഹുല്ലാഹ് എന്ന ഉന്നതമായ സ്ഥാനമാനങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. ആ മകൻ പിന്നീട് വലിയ മോനായി മാറി, ലോകത്ത് അറിയപ്പെട്ട വലിയ പണ്ഡിതനായി മാറി. ഉമ്മാന്റെ പ്രാർത്ഥന അത് വലിയ പ്രാർത്ഥനയാണ് കേട്ടോ. ഉമ്മാന്റെ ദുആ അത് വലിയ ദുആയാണ്. എത്ര വലിയ ഉമ്മയായിക്കോട്ടെ, എത്ര ചെറിയ ഉമ്മയായിക്കോട്ടെ, ഉമ്മാന്റെ പ്രാർത്ഥന അത് വലിയ പ്രാർത്ഥനയാണ്. മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അസ്ഹഹുൽ കുതുബി ബഅദ കിതാബില്ലാഹ്, വിശുദ്ധമായ ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും സ്വീകാര്യമായ ഗ്രന്ഥം അത് സ്വഹീഹുൽ ബുഖാരിയാണ്. ആ സ്വഹീഹുൽ ബുഖാരിയുടെ ആ പവിത്രമായ ആ സ്വഹീഹുൽ ബുഖാരി അത് വളരെ അധ്വാനിച്ച് അങ്ങനെ ഒരു ഗ്രന്ഥം ലോകത്തിന് സമർപ്പിച്ചത് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവല്ലേ. ആ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന് കണ്ണു കാണുമായിരുന്നില്ല. ആ മകനിക്ക് കണ്ണു കാണാനുള്ള അവസരമുണ്ടായത് ഉമ്മയുടെ പ്രാർത്ഥനയാണ് കേട്ടോ. ഉമ്മാന്റെ പ്രാർത്ഥന, മക്കൾക്ക് വേണ്ടിയുള്ള ദുആ. ഓ ഉമ്മമാരെ, നിങ്ങൾ മക്കളെ ശപിക്കുകയല്ല വേണ്ടത്. നിങ്ങൾ മക്കൾക്ക് വേണ്ടി എല്ലാ സമയവും സദാസമയവും നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണേ. അല്ലാഹു നിങ്ങളുടെ ദുആഇന് ഇജാബത്ത് നൽകും. നിങ്ങളുടെ ദുആഇനല്ലാതെ പിന്നെ ആരുടെ ദുആഇനാണ് അല്ലാഹു ഇജാബത്ത് നൽകുക? ഉമ്മമാരോട് വലിയ സ്നേഹമുള്ള മക്കളാവണം, വലിയ ആദരവുള്ള മക്കളാവണം. ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബരി അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ്. അതേ മോനെ, ഒരു ഷോപ്പിലേക്ക് പോകണോ, സാധനം വാങ്ങി വരണമെന്ന് പറയുമ്പോഴേക്ക് എനിക്ക് കഴിയൂല എന്ന വാക്ക് നിങ്ങളുടെ ഉമ്മയോട് നിങ്ങൾ പറയരുത് കേട്ടോ. എനിക്കത് കഴിയൂല, ഞാനത് ചെയ്യൂല എന്ന് പറഞ്ഞു പോകരുത്. വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. അവരോട് നിങ്ങൾ നല്ല കരീമായ, നല്ല മാന്യമായ, നല്ല സ്നേഹമസൃണമായ സംസാരങ്ങൾ സംസാരിക്കണേ.
ഉമ്മയോട് നല്ല വർത്തമാനങ്ങൾ പറയണം, ഉമ്മയോട് നല്ല സ്നേഹത്തോടെ പെരുമാറണം, ഉമ്മയോട് നല്ല ആദരവോടെ നല്ല ബഹുമാനത്തോടെ സംസാരിക്കണം. സുബ്ഹാനല്ലാഹ്, ഉമ്മയോട് നല്ല നിലക്ക് പെരുമാറണം, ഉമ്മയോട് നല്ല സംസാരങ്ങൾ സംസാരിക്കണം. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദുണ്ട് മുഹമ്മദ് ഇബ്നു മുൻകദിർ റളിയല്ലാഹു അൻഹു, വലിയ മഹാനാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദാണ് മഹാനായ ഇമാം മുഹമ്മദ് ഇബ്നു മുൻകദിർ റളിയല്ലാഹു അൻഹു. അവർ ഉമ്മയോടുകൂടെ ഭക്ഷണം കഴിക്കുമായിരുന്നില്ലത്രേ. ഉമ്മയുടെ കൂടെ ഭക്ഷണം കഴിക്കൂല. എന്തേ കാരണം? എന്തേ ഉമ്മാന്റെ കൂടെ ഭക്ഷണം കഴിക്കാത്തത്? എന്റെ ഉമ്മക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു സാധനം ഞാൻ എടുത്ത് കഴിച്ചാലോ അത് ഉമ്മക്ക് വിഷമമാകുമോ എന്ന് വിചാരിച്ച് ഉമ്മാന്റെ കൂടെ ഭക്ഷണം കഴിക്കൂല. ചിന്തിച്ചു ഉമ്മാക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ട ഭക്ഷണം, ഇപ്പൊ ഉമ്മാന്റെ മുന്നിൽ കുറെ കോഴി പൊരിച്ചത് വെച്ചിട്ടുണ്ട്, അപ്പൊ ഞാനത് എടുത്തിട്ട് ഞാൻ ഭക്ഷിക്കുമ്പോ എന്റെ ഉമ്മാക്ക് അതൊരു വിഷമമായാലോ? ഉമ്മാക്ക് കിട്ടേണ്ടതാണോ, ഉമ്മ ആഗ്രഹിച്ചതാണോ? ഞാൻ ഒരുപക്ഷെ ഉമ്മ ആഗ്രഹിച്ചിട്ടുണ്ടാകും അത് കിട്ടണമെന്ന്, അത് കഴിക്കണമെന്ന്. ആ ഉമ്മ ആഗ്രഹിച്ചത് ആ ഉമ്മാക്ക് കിട്ടാതെ എന്റെ വായയിലേക്ക്, എന്റെ വയറ്റിലേക്ക് ആയിപ്പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഉമ്മാന്റെ കൂടെ ഭക്ഷണം കഴിക്കാനിരിക്കൂല. അതാണ് മഹാനായ മുഹമ്മദ് ഇബ്നു മുൻകദിർ റളിയല്ലാഹു അൻഹു, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, അവരുടെ ഉമ്മയോടുള്ള സ്നേഹം, ഉമ്മയോടുള്ള ബഹുമാനം. അതുകൊണ്ട് ഉമ്മാന്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ ഇരിക്കാൻ പാടില്ല എന്നല്ല, ഉമ്മാക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇട്ടുകൊടുക്കണം. പക്ഷെ നമ്മളെ ഉമ്മമാരുടെ അവസ്ഥ എന്താണെന്നറിയോ? നമ്മളെ ഉമ്മമാരുടെ അവസ്ഥ, അല്ലാ എനിക്ക് കിട്ടിയില്ലെങ്കിലും സാരമില്ല, എന്റെ മക്കൾ കഴിക്കട്ടെ, അല്ലേ? പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മളൊക്കെ നല്ല ഭക്ഷണം കഴിക്കുമ്പോ ഉമ്മ കഴിക്കുന്നത് ഇന്നലെ വെച്ച കറിയായിരിക്കും. കാരണം എന്താണ്? അവർക്ക് ആ ഭക്ഷണത്തിന്റെ വില അറിയാം, അവർക്കത് ഒഴിവാക്കാൻ തോന്നുന്നില്ല. നമുക്ക് നല്ല ഭക്ഷണങ്ങൾ ഇട്ടു തരാൻ നമ്മുടെ ഉമ്മമാർക്ക് എന്തൊരു ആവേശമാണ്. അല്ലാഹുവേ, ജീവിച്ചിരിക്കുന്ന ഉമ്മമാർക്ക് നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ഞാനൊക്കെ ഇങ്ങനെ ചിന്തിച്ചു പോകാറുണ്ട്. പലപ്പോഴും വീട്ടിലേക്ക് എത്തിയാൽ, ദർസിലൊക്കെ പഠിക്കുന്ന സമയത്ത് വീട്ടിലേക്കൊന്ന് വരുമ്പോഴേക്ക് ഉമ്മ നമുക്കുണ്ടാക്കി തരാൻ കാണിക്കുന്ന ആവേശം, എന്ത് നല്ല കറി വെച്ചാലും അത് ആദ്യം നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന് തരും. ഏത് നല്ല കറി വെച്ചാലും അത് എന്റെ മകൻ കഴിക്കട്ടെ. അപ്പോഴൊക്കെ നമ്മൾ ആ ഉമ്മയെ കുറിച്ച് ആലോചിക്കാറില്ല, നമ്മൾ ആ ഉമ്മയെ കുറിച്ച് ചിന്തിക്കാറില്ല. ആ ഉമ്മ അപ്പോഴും എന്തോ നമ്മൾക്ക് നല്ലത് തന്ന് ഉമ്മ പഴയ ഭക്ഷണങ്ങൾ കഴിച്ച എത്രയോ ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഉമ്മമാർക്ക് നമ്മളോടുള്ള സ്നേഹമാണ്. അത് വിചാരിച്ചിട്ട് നമ്മൾ ആ ഉമ്മമാരോട് സ്നേഹമുള്ളവരായി പോകരുത്. ഉമ്മമാരെ നല്ല ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടി നമ്മളും അധ്വാനിക്കണം, നമ്മളും ശ്രമിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമ്മുടെ ഉമ്മമാർക്കെല്ലാം അല്ലാഹു ദീർഘായുസ്സും അല്ലാഹു ആഫിയത്തും നൽകട്ടെ. മരണപ്പെട്ടു പോയ ഉമ്മമാരുടെ ഖബർ അല്ലാഹു സ്വർഗ്ഗത്തിന്റെ വീടാക്കി കൊടുക്കട്ടെ. മുഹമ്മദ് ബിൻ സിരീൻ റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. അവര് ഉമ്മയോട് സംസാരിക്കുമ്പോൾ ഉമ്മ പറയുന്നത് മനസ്സിലാവാതിരിക്കുമ്പോൾ ആ ഉമ്മാനോട്
ഉമ്മ പറയുന്നത് സംസാരിക്കുന്ന സമയത്ത് ചിലപ്പോ ഉമ്മ പറഞ്ഞു തിരിഞ്ഞുകൊള്ളണമെന്നില്ല. മഹാനായ മുഹമ്മദ് ബിൻ സീരീൻ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യുന്നറിയോ? ഉമ്മ പറയുമ്പോ ഉമ്മ പറയുന്നത് അറിഞ്ഞതുപോലെ നടിക്കും. നിങ്ങൾ ചിന്തിക്കണം, വയസ്സായ ഉമ്മ ഉണ്ടാവും, ആ ഉമ്മമാര് പറയുന്നത് ഒരുപക്ഷെ നമുക്ക് തിരിഞ്ഞുകൊള്ളണം എന്നില്ല. മഹാനായ മുഹമ്മദ് ബിൻ സീരീൻ റളിയല്ലാഹു അൻഹു ഉമ്മ പറയുന്നത് കേട്ടിട്ട് അത് മനസ്സിലായില്ലെങ്കിലും കേട്ടതുപോലെ നടിക്കും. ഉമ്മാക്കൊരു സമാധാനം ആയിക്കോട്ടെ. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, എന്താണല്ലേ ആ ഉമ്മാന്റെ കൽബ്, എന്താണല്ലേ ആ ഉമ്മാന്റെ സ്വഭാവം, ആ മകന്റെ സ്വഭാവം. അല്ലാ, എന്നിട്ട് ഈ മകൻ എന്ത് ചെയ്യുമെന്നറിയോ? ഉമ്മാക്കൊരു പക്ഷേ ഉമ്മ പറഞ്ഞത് എനിക്ക് കേട്ടില്ല, പിന്നെയും ഞാൻ ചോദിക്കുമ്പോ ഒരു അദബ് കേടായി പോകുമോ എന്ന് വിചാരിച്ചിട്ട് അത് കേട്ടതുപോലെ നടിച്ച് പിന്നീട് തന്റെ സഹോദരനടുക്കൽ ചെന്ന് ചോദിക്കും, എന്താണ് ഉമ്മ പറഞ്ഞത്? അതാണ് മുഅ്മിനീങ്ങളെ അവരുടെ അദബ് എന്ന് പറയുന്നത്, അവരുടെ ബഹുമാനം എന്ന് പറയുന്നത്. ഉമ്മയോട് വലിയ സ്നേഹമുള്ളവരാവണേ. അല്ലാഹ്, അവരുടെയൊക്കെ സ്വഭാവം അതാണ്. ഉമ്മയോടുള്ള വല്ലാത്ത ആദരവ്, ഉമ്മയോടുള്ള വല്ലാത്ത ബഹുമാനം, ഉമ്മയോടുള്ള വല്ലാത്ത സ്നേഹം. സുബ്ഹാനല്ലാഹ്. അബ്ദുല്ലാഹ് ഇബ്നു ഔൻ റളിയല്ലാഹു അൻഹു പറയാണ്, ഉമ്മക്ക് മറുപടി കൊടുക്കുമ്പോൾ ശബ്ദം കൂടിപ്പോയോ എന്ന് പേടിച്ച് 2 അടിമകളെ മോചിപ്പിച്ചു കളഞ്ഞു. ചിലരുടെ ഉമ്മയോട് എങ്ങനെയാ സംസാരിക്കുന്നത്? സുബ്ഹാനല്ലാഹ്, എടുത്തിട്ട് സംസാരിക്കുകയാണ്, കയർത്ത് സംസാരിക്കുകയാണ്. അടങ്ങിയിരുന്ന നീ എന്നൊക്കെ ഉമ്മമാരോട് പറയുന്നവരുണ്ടോ? നന്നായി ശ്രദ്ധിക്കണേ. മഹാനായ മുഹമ്മദ് ബിൻ ഔൻ റളിയല്ലാഹു അൻഹു ഉമ്മയോട് സംസാരിച്ചപ്പോ ഒരു ബേജാറ്. എന്താണ് ബേജാറ്? ഉമ്മയോട് സംസാരിക്കുമ്പോ എന്റെ ശബ്ദം കൂടിപ്പോയോ, എന്റെ ശബ്ദത്തിന് അല്പം ശബ്ദം വർദ്ധിച്ചു പോയോ എന്ന് വിചാരിച്ചിട്ട് മുഹമ്മദ് ബിൻ ഔൻ റളിയല്ലാഹു അൻഹു അതിൽ നിന്ന് അല്ലാഹുവിനോട് പാപമോചനം തേടിയിട്ട് 2 അടിമകളെ മോചിപ്പിച്ചു കളഞ്ഞു. സുബ്ഹാനല്ലാഹ്. നമ്മൾ നമ്മുടെ ഉമ്മമാരോട് കയർത്ത് സംസാരിക്കാറുണ്ടോ? സൂക്ഷിക്കണേ, നിന്റെ നാവൊന്നിനും കൊള്ളാത്ത നാവായി മാറും. ഒരൊറ്റൊരാളും ഒരു മക്കളും ഉമ്മയോട് കയർത്ത് സംസാരിക്കരുത്, ഉമ്മയോട് എതിർത്ത് സംസാരിക്കരുത്. അത് ഏത് ഉമ്മയായിക്കോട്ടെ, ആരായിക്കോട്ടെ, ഉമ്മയോട് എതിർത്ത് സംസാരിക്കാൻ പാടില്ല. നമ്മൾ വളരെ ഗൗരവത്തോടെ ചിന്തിക്കണം. മാതാപിതാക്കളോട് വലിയ അദബുള്ള മക്കളാകണം. യാ അല്ലാഹ്, ഞങ്ങളെ നീ നല്ല അദബുള്ള മക്കളാക്കണേ റബ്ബേ. ഉസ്താദേ, ഉമ്മ മരിച്ചുപോയി, ഞാൻ ഉമ്മയോട് പലപ്പോഴൊക്കെ കയർത്ത് സംസാരിച്ചു പോയിട്ടുണ്ട്. നഊദു ബില്ലാഹ്. ഉമ്മാന്റെ ഖബറിന്റെ അടുത്ത് പോകാൻ കഴിയുന്നവർ, പുരുഷന്മാരാണെങ്കിൽ ആൺകുട്ടികളാണെങ്കിൽ ഉമ്മാന്റെ ഖബറും പുറത്ത് പോകണം. പെണ്ണുങ്ങളാണെങ്കിൽ സ്ത്രീകളാണെങ്കിൽ എല്ലാ ദിവസവും ഉമ്മാന്റെ പേരിൽ യാസീൻ ഓതി അള്ളാഹുവിനോട് പൊരുത്തം ചോദിക്കണം. ചെറിയ നിസ്സാരമായ കാര്യമല്ല. ഉമ്മയോട് എതിർത്ത് സംസാരിക്കാൻ പാടില്ല. വഖൗലൻ കരീമ, അവരോട് നല്ല സംസാരം. ഉമ്മ, എന്താണ് ഉമ്മ നിങ്ങൾക്ക് വേണ്ടത്? ഉമ്മാക്ക് സുഖം തന്നെയല്ലേ? ഉമ്മാക്ക് റാഹത്തല്ലേ? ഉമ്മാക്ക് വല്ല വിഷമങ്ങളുണ്ടോ? അങ്ങനെ പറഞ്ഞു ഉമ്മയോട് നല്ല സംസാരം. അതേത് ഉമ്മയാവട്ടെ, ആ ഉമ്മമാര് ഒരുപക്ഷെ ഉമ്മാന്റെ തെറ്റുകളും നിങ്ങൾ നോക്കേണ്ടതില്ല. നിങ്ങളോട് അള്ളാഹു പറഞ്ഞ പണി നിങ്ങൾ എടുത്താൽ മതി. അള്ളാഹു നിങ്ങളോട് പറഞ്ഞ പണി നിങ്ങൾ എടുക്കണം. ഉമ്മാന്റെ ജാതകം നോക്കാനും ഉമ്മാന്റെ ജീവിത ശൈലി നോക്കാനും ഒന്നും നിങ്ങളോട് അള്ളാഹു പറഞ്ഞിട്ടില്ല. നിങ്ങളോട് പറഞ്ഞത് ഉമ്മാനോട് നല്ല നിലക്ക് പെരുമാറാനാണ്. അതുകൊണ്ട് ഉമ്മമാരോട് നല്ല നിലക്ക് പെരുമാറണേ.
ഉമ്മയോട് നല്ല നിലക്ക് സംസാരിക്കണേ. മുഹമ്മദ് ഇബ്നു ഔൻ റളിയല്ലാഹു അൻഹു ശബ്ദം കൂടിപ്പോയോ എന്ന് പേടിച്ച് 2 അടിമകളെ മോചിപ്പിച്ച് തൗബ ചെയ്യുകയാണ്. അല്ലാഹു നമ്മളെ ഖൽബ് നന്നാക്കി തരട്ടെ. അതുപോലെ തന്നെ മഹാനായ മുഹമ്മദ് ഇബ്നു ഔൻ റളിയല്ലാഹു അൻഹു ഇടക്കിടക്ക് ഉമ്മാന്റെ അടുക്കൽ പോവുകയാണ്. അതേ ഉമ്മയെ ബന്ധപ്പെടുകയാണ്. എന്നിട്ട് ഉമ്മയോട് പൊരുത്തം ചോദിക്കുകയാണ്. പൊരുത്തപ്പെടണേ ഉമ്മ. ഉമ്മാന്റെ കൈപിടിച്ച് ചുംബിക്കണം. ഉമ്മാന്റെ നെറ്റിത്തടത്തിൽ ചുംബനം കൊടുക്കണം. ഉമ്മയോട് വലിയ സ്നേഹമുള്ള മക്കളാകണം. ആ ഉമ്മയോട് പൊരുത്തം ചോദിക്കണം. ഏത് വിഷയത്തിലേക്ക് ഇറങ്ങുമ്പോഴും ഉമ്മയോട് ആദ്യം പൊരുത്തം ചോദിക്കണം. ഉമ്മാന്റെ സമ്മതമില്ലെങ്കിൽ നിനക്ക് പോകൽ അനുവദനീയമല്ല. അതെ, അത് ഹജ്ജിന് പോകലാണെങ്കിലും ഉമ്മാന്റെ സമ്മതം വേണം. ഉമ്മാന്റെ സമ്മതമില്ലാതെ നിനക്ക് ഇറങ്ങാൻ കഴിയൂല. ഉമ്മയോട് വലിയ സ്നേഹം വേണം. കല്യാണം കഴിഞ്ഞ് ഒരു പുതിയ പെണ്ണ് ജീവിതത്തിലേക്ക് വരുമ്പോഴേക്ക് ഓ മനുഷ്യ, നീ നിന്റെ ഉമ്മാനെ മറന്നു പോകല്ല. ഓ പെങ്ങളെ, നിന്റെയും നിന്റെ ഭർത്താവിന്റെ ഉമ്മയുടെയും ഇടയിൽ നീ ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെടുന്ന രൂപത്തിലുള്ള അതേ ഫിത്ന ഫസാദ് പറഞ്ഞ് പരത്തല്ല പെങ്ങളെ. കല്യാണം കഴിഞ്ഞ് വരുന്നത് വരെ ഉമ്മ തേനാണ്, ഉമ്മ പാലാണ്, ഉമ്മ ആനന്ദമാണ്, ഉമ്മ സന്തോഷമാണ്. കല്യാണം കഴിഞ്ഞ് അതേ വരുമ്പോൾ ഈ പെണ്ണിന്റെ ചില ഫിത്നകൾ അവിടെ നടക്കുകയാണ്. അങ്ങനെയുണ്ട് ചില സ്ഥലങ്ങളിൽ. ഇല്ലാത്ത ഫിത്നകള് ഭർത്താവിനോട് പോയി പറഞ്ഞു കൊടുക്കും. എന്നിട്ട് ഈ ഉമ്മയെയും ഈ മകനെയും തെറ്റിച്ചതിന്റെ കുറ്റം ഓ പെങ്ങളെ നീ പേറേണ്ടി വരും. അല്ലാഹു നിന്നെ വെറുതെ വിടൂല. നല്ല ശ്രദ്ധിക്കണേ. ആ ഉമ്മാന്റെയും ആ മകന്റെയും ഇടയില് നീ കാരണം, ഞാൻ കാരണം യാതൊരു ബന്ധത്തിനും ഒരു കുറവും വരാൻ പാടില്ല. ഓ പെങ്ങളെ, അങ്ങനെ ചിന്തിക്കണേ. കല്യാണം കഴിഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്ന പെങ്ങളെ നീയും ചിന്തിക്കണം. എന്റെ കാരണം കൊണ്ട് എന്റെ ഉമ്മാന്റെയും എന്റെ ഭർത്താവിന്റെയും ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ എത്രയെത്ര ആളുകളാണ് സുബ്ഹാനല്ലാഹ് മക്കളുടെ പ്രവർത്തന, ഈ കല്യാണം കഴിഞ്ഞു വന്ന പെണ്ണിന്റെ പ്രവർത്തനത്തിന്റെ ഫലമായി മകനും മകന്റെ ഉമ്മയും തമ്മിൽ പിണങ്ങിക്കഴിയുന്ന എത്ര കുടുംബങ്ങളുണ്ട്. അഊദു ബില്ലാഹ്. റമദാനാണ്. ഉമ്മമാര് പൊരുത്തപ്പെട്ടു കൊടുക്കണം. ഉമ്മയോട് പൊരുത്തം ചോദിക്കണം. അല്ലാഹ്, ചരിത്രങ്ങളിൽ എത്ര സംഭവങ്ങൾ കാണാം. ഉമ്മയോട് പൊരുത്തമില്ലാത്തതിന്റെ പേരിൽ അവസാനം മരിക്കുന്ന സമയത്ത് ഷഹാദത്ത് കലിമ പോലും ചൊല്ലാൻ കഴിയാതിരുന്ന ഒരു സ്വഹാബിയുടെ കഥ നമുക്കറിയൂലേ? ഹബീബായ തങ്ങളുടെ സ്വഹാബത്തിൽപ്പെട്ട ആളാണ്. അതിന്റെ മഹത്വം വലിയ മഹത്വമാണ്. പക്ഷേ എന്നിട്ട് പോലും അവസാനം വഫാത്താകുന്ന സമയത്ത് ഷഹാദത്ത് കലിമ ചൊല്ലാൻ വേണ്ടി പറഞ്ഞിട്ട് ഷഹാദത്ത് കലിമ ചൊല്ലുന്നില്ല. എന്തേ കാരണം? കല്യാണം കഴിച്ചു കൊണ്ടുവന്ന പെണ്ണ്, ആ പെണ്ണ് ഫിത്ന ഉണ്ടാക്കിയിട്ട് ഉമ്മാവും മകനും തെറ്റിപ്പോയി. അങ്ങനെ ആ ഉമ്മാന്റെ മനസ്സ് വേദനിച്ചു പോയി. എന്റെ മകനിക്ക് ഞാൻ പൊരുത്തപ്പെട്ട് കൊടുക്കൂല. അവസാനം ഷഹാദത്ത് കലിമ ചൊല്ലാൻ പോലും കഴിഞ്ഞില്ല. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നു, ചോദിച്ചു, സ്വഹാബത്തെ, ആ സ്വഹാബിയുടെ ഉപ്പയോ ഉമ്മയോ ആരെങ്കിലും ജീവിച്ചിരിക്കുന്നുണ്ടോ? നിങ്ങൾക്കെല്ലാം ആ ചരിത്രം അറിയാം.
ഉണ്ട് നബിയെ, ഉമ്മ ജീവിച്ചിരിക്കുന്നുണ്ട് എങ്കിൽ ഉമ്മാനെ വിളിക്കണം. ഉമ്മാനെ വിളിച്ചു. ഉമ്മ വന്നു. ഉമ്മയോട് ചോദിച്ചു, നിങ്ങളെ മകനോട് നിങ്ങൾക്ക് വല്ല വിഷമങ്ങളുണ്ടോ? ഉണ്ട്. ആ ഉമ്മ പറഞ്ഞു, കല്യാണം കഴിക്കുന്നത് വരെ എനിക്കെന്റെ മോൻ പാലായിരുന്നു, തേനായിരുന്നു. കല്യാണം കഴിഞ്ഞപ്പോ അവനിക്ക് വലുതാ പെണ്ണായി മാറി. പിന്നെ എന്നെ പരിഗണിക്കാറില്ല, എന്നോട് സ്നേഹമില്ല, എന്നോട് മഹബ്ബത്തില്ല. സുബ്ഹാനല്ലാഹ്. ആ ഉമ്മ പൊരുത്തപ്പെട്ട് കൊടുക്കൂല എന്ന ഉറച്ച തീരുമാനം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. വിറക് കൊണ്ടുവരാൻ പറഞ്ഞു. വിറക് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ ഉമ്മാന്റെ കൽബൊന്ന് കാളി. ഏതൊരു ഉമ്മയാണെങ്കിലും ആ ഉമ്മക്കുണ്ടാവും കൽബിന്റെ ഉള്ളിൽ വേദന, അല്ലേ? ആരാണ് നമ്മുടെ ഉമ്മ? സുബ്ഹാനല്ലാഹ്. ആരാണ് നമ്മുടെ ഉമ്മ? നിങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഉമ്മ നിങ്ങളെ, ആ ഉമ്മ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടല്ലേ നമുക്ക് വേണ്ടി. എത്ര രാത്രികളിൽ ആ ഉമ്മ ഉറക്കമൊഴിച്ചിട്ടുണ്ട്. എത്ര രാത്രികളിൽ ആ ഉമ്മ ഉറക്കമൊഴിച്ചിട്ടുണ്ട്. നിങ്ങളെ ഉമ്മാന്റെ ഗർഭപാത്രത്തിലായിരിക്കുന്ന സമയം, ഉമ്മാന്റെ ഗർഭപാത്രത്തിലായിരിക്കുന്ന സമയം ആ ഉമ്മ മലർന്നു കിടന്നിട്ടില്ലേ? ഉമ്മ കമിഴ്ന്നു കിടക്കുകയാണ്, ഉമ്മ തിരിഞ്ഞു കിടക്കുകയാണ്, ഉമ്മ മറഞ്ഞു കിടക്കുകയാണ്. എന്തിനു വേണ്ടി? ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ മകനുണ്ട്, മകളുണ്ട്. ആ മകള് അവരുടെ ആ ഗർഭകാലം ഇപ്പുറത്തേക്ക് കിടക്കുമ്പോ ആ ഉമ്മക്ക് തോന്നും ഇപ്പുറത്തേക്ക് തിരിഞ്ഞു കിടക്കണം. ഇപ്പുറത്തേക്ക് തിരിഞ്ഞു കിടക്കുമ്പോ ആ ഉമ്മക്ക് തോന്നും മലർന്നു കിടക്കണം. അങ്ങനെ എത്ര രാത്രികളിലായിരിക്കും ആ ഉമ്മ ഉറക്കമൊഴിച്ചത്. ഛർദിച്ച് ആ ഉമ്മ എത്ര രാത്രികളാണ് ഉറക്കമൊഴിച്ചത്. ഛർദിച്ച് അവസാനം ഞാൻ മരിക്കുമോ എന്ന് വരെ ഒരു പക്ഷേ ആ ഉമ്മ ചിന്തിച്ചിട്ടുണ്ടാകും. അപ്പോഴും ആ ഉമ്മാന്റെ കൽബിൽ ഒരു ദുആ ഉണ്ടാവും, ഞാൻ മരിച്ചാലും വേണ്ടിയിരുന്നില്ല അല്ലാഹ്, എന്റെ മകനിക്കൊന്നും സംഭവിക്കരുത്, എന്റെ മകളിക്കൊന്നും സംഭവിക്കരുത്. അങ്ങനെയല്ലേ ആ ഉമ്മ 10 മാസം ഗർഭം ധരിച്ചത്. എന്നിട്ട് വേദനകൾ സഹിച്ച് പ്രസവിച്ചില്ലേ? അല്ലാഹ്, നമ്മളൊക്കെ അത് ആലോചിക്കണം. സ്വന്തം ഉദരത്തിലെ സ്വന്തം മക്കളെ പോറ്റി വളർത്തിയ സഹോദരിമാര് ചിന്തിക്കണം, എന്റെ ഭർത്താവിന്റെ ഉമ്മ ഇങ്ങനെയാണ് ഭർത്താവിനെ പ്രസവിച്ചത്. അവരും കുറെ അധ്വാനിച്ചിട്ടുണ്ട്. ആ ഭർത്താവിന്റെയും ആ ഉമ്മയുടെയും ഇടയിൽ എന്നെ കൊണ്ടൊരു ഫിത്ന വരരുത് എന്ന് എല്ലാവരും ചിന്തിക്കണോ? സുബ്ഹാനല്ലാഹ്. എന്നിട്ട് 10 മാസം അല്ലെങ്കിൽ 9 മാസം ഗർഭം ധരിച്ച് ആ ഉമ്മ ഒരു ദിവസം പ്രസവിച്ചിട്ട് ആ ഉമ്മ പിന്നീട് ആ ഉമ്മയുടെ വേദനയും ദുഃഖവുമെല്ലാം ഈ മകന്റെ കാര്യത്തിലല്ലേ, മകളുടെ കാര്യത്തിലല്ലേ? അല്ലാഹ്, ഒരു ചെറിയ തലവേദന വന്നാൽ അത് ഉമ്മാന്റെ തലവേദനയാണ്. ഒരു ചെറിയ പനി വന്നാൽ അത് ഉമ്മാന്റെ പനിയാണ്. ഒരു ചെറിയ ദുഃഖം വന്നാൽ അത് നമ്മുടെ ഉമ്മയുടെ ദുഃഖമാണ്. അല്ലാഹ്, സൗകര്യങ്ങൾ കൂടിയ ഈ കാലഘട്ടത്തില് നമ്മുടെ പഴയ ഉമ്മമാരെ കുറിച്ച് നമ്മള് ആലോചിച്ചു പോവുകയാണ്. സാധുവായ എന്റെ ഉമ്മ 9 മക്കളെ പ്രസവിച്ച ഉമ്മയാണ്. ആ ഉമ്മയുടെ ചെറിയ കാലം ഉമ്മ മാത്രമേ ഉള്ളൂ. എല്ലാവരെയും പോറ്റാനും അവർക്ക് ഭക്ഷണം കൊടുക്കാനും അവരെ അധ്വാനിക്കാനും ഉമ്മ മാത്രം. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഇന്ന് എന്തെല്ലാം സൗകര്യങ്ങളുണ്ട്. വസ്ത്രം എടുത്തിട്ട് അലക്ക് മെഷീനിലേക്ക് ഇട്ടാൽ അത് അലക്കിക്കോളും. അരിയെടുത്തിട്ട് അത് നമ്മുടെ ഗ്രൈൻഡറിൽ ഇട്ടാൽ അത് അരച്ചുകൊള്ളും. എല്ലാ പണികളും എടുക്കാൻ യന്ത്ര സംവിധാനങ്ങൾ ഇന്നുണ്ട്. പക്ഷേ അന്നവരെ അലക്കണം,
അന്നവര് കുളിപ്പിക്കണം. ഇന്നത്തെ പോലെ പമ്പേഴ്സിന്റെ സൗകര്യങ്ങളും ഇല്ല, അല്ലേ? ഇന്ന് പമ്പേഴ്സിന്റെ ലോകമാണ്. ഏത് മക്കളുണ്ടായാലും അവര് പമ്പേഴ്സ് ഇട്ട് വളർത്തുകയാണ്. മൂത്രമൊഴിച്ചാലും അതിന്റെ ഉള്ളില്, കാഷ്ടിച്ചാലും അതിന്റെ ഉള്ളില്. സുബ്ഹാനല്ലാഹ്. എന്നാൽ പഴയ കാലത്ത് ആ സംവിധാനം ഉണ്ടോ? അവരവിടെ മൂത്രമൊഴിക്കും, ഇവിടെ മൂത്രമൊഴിക്കും, നമ്മൾ അവിടെ കാഷ്ടിക്കും, നമ്മൾ ഇവിടെ കാഷ്ടിക്കും. ഇതിലേക്കൊക്കെ നമ്മളെ ഉമ്മ ഓടി വരണ്ടേ? നമ്മളെ ഉമ്മ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടാകും, എത്രമാത്രം അധ്വാനിച്ചിട്ടുണ്ടാകും നമ്മളെ ചെറിയ പ്രായത്തിൽ പോറ്റി വളർത്താൻ. ഇങ്ങനെയൊക്കെ ആയിക്കഴിയുമ്പോ ആ ഉമ്മയെ നമുക്ക് മറക്കാൻ കഴിയുമോ? അല്ലാഹുവേ, നമ്മുടെ ജീവിച്ചിരിക്കുന്ന ഉമ്മമാർക്ക് നീ ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. ആ ഉമ്മമാർക്കിടയില് ഫിത്നയുണ്ടാക്കല്ല. ആ ഉമ്മ ഒരു ദിവസം വേദനകൾ സഹിച്ച് നമ്മളെ പ്രസവിച്ച് പോറ്റി വളർത്തിയില്ലേ? ആ ഉമ്മമാരോട് വലിയ സ്നേഹം വേണം. ഉമ്മ പോയാലേ ഉമ്മാന്റെ വിലയറിയൂ കേട്ടോ. കണ്ണ് പോയാലേ കണ്ണിന്റെ വിലയറിയൂ എന്നതുപോലെ ഉമ്മ പോയാലേ ഉമ്മയുടെ വിലയറിയുകയുള്ളൂ. സുബ്ഹാനല്ലാഹ്. ഏത് പ്രശ്നത്തിനും ഏത് പ്രയാസത്തിനും അല്ലാഹ് മാതാപിതാക്കൾക്ക് ഖിദ്മത്ത് ചെയ്തതിന് തവസ്സുൽ ചെയ്ത് അല്ലാഹുവിനോട് ദുആ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കും കേട്ടോ. അങ്ങനെയുണ്ട്. സ്വന്തം ഉമ്മ, ആ ഉമ്മാക്ക് നിങ്ങൾ ഒരു ഖിദ്മത്ത് ചെയ്തു. ഉദാഹരണത്തിന് ഉമ്മ കിടക്കുകയാണ്, ആ ഉമ്മാനെ കുളിപ്പിച്ച് വൃത്തിയാക്കി, ആ ഉമ്മാനെ നന്നായി ശുശ്രൂഷിച്ച് ആ ഉമ്മാനെ കൊണ്ടുവന്ന് കിടത്തി. എന്നിട്ട് അല്ലാഹുവിനോട് ചോദിക്കണം, റബ്ബേ, ഞാനിപ്പോൾ ചെയ്തത് ഒരു നല്ല ഒരു പ്രവൃത്തിയാണ്. എന്റെ ഉമ്മാനെ സ്നേഹിച്ച്, എന്റെ ഉമ്മാനെ ആദരിച്ച് ബഹുമാനിച്ച് ഞാൻ ചെയ്ത ഈ പ്രവർത്തനത്തിന്റെ ബറക്കത്ത് കൊണ്ട് എന്റെ ഇന്നാലിന്ന പ്രശ്നം നീ പരിഹരിക്കണേ അല്ലാഹ് എന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്താൽ അല്ലാഹു നിങ്ങളുടെ ദുആഇന് ഉത്തരം നൽകും. അങ്ങനെയാണ്. എത്രയോ സംഭവങ്ങൾ അങ്ങനെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. സ്വന്തം ഉമ്മാക്ക് ഖിദ്മത്ത് എടുക്കുക എന്നത് അത് വലിയ പുണ്യമുള്ള കാര്യമാണ്, അത് വലിയ ഇബാദത്തിന്റെ കാര്യമാണ്. സ്വന്തം ഉമ്മാക്ക് ഖിദ്മത്ത് എടുക്കാതെ ഇബാദത്ത് ചെയ്യാൻ ആരും പറഞ്ഞിട്ടില്ല. ഒരു ഉമ്മയുണ്ട്, വയസ്സാണ്, വാർദ്ധക്യമാണ്, ആ ഉമ്മാനെ ശുശ്രൂഷിക്കലും പരിപാലിക്കലുമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഇബാദത്ത്. നിങ്ങൾ കൃത്യമായി 5 വക്ത് ഫർദ് മാത്രം നിസ്കരിച്ചാൽ മതി, അല്ലാഹു നിങ്ങൾക്ക് കൂലി തരും. ബാക്കിയുള്ള സമയം മുഴുവനും നിങ്ങൾ നിങ്ങളുടെ ഉമ്മാക്ക് വേണ്ടി ചെലവഴിക്കണോ? നിങ്ങളെ വലിയ ഇബാദത്ത് അതാണ്. നിങ്ങൾ കുറെ സുന്നത്ത് നിസ്കരിക്കലോ അല്ലെങ്കിൽ നിങ്ങൾ അവിടെ എവിടെയെങ്കിലും സിയാറത്തിന് പോകലോ ഒന്നും അല്ല നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. നിങ്ങളെ ഏറ്റവും ഇബാദത്തുള്ള കൂലി അതെന്താണെന്നറിയോ? ഏറ്റവും കൂലിയുള്ള ഇബാദത്ത് അത് നിങ്ങളെ ഉമ്മയെ ശുശ്രൂഷിക്കലാണ്, ഉമ്മയെ നോക്കലാണ്. അതിനേക്കാളും വലിയ ഇബാദത്ത് നിങ്ങൾക്ക് വേറെ ഇല്ല, ഒരിക്കലുമില്ല. അങ്ങനെ നിങ്ങൾ ധരിക്കുകയേ വേണ്ട. എല്ലാ ഇബാദത്തിനേക്കാളും കൃത്യമായി 5 വക്ത് നിസ്കരിക്കണം. അത് പിന്നെ ഒഴിവാക്കാൻ പറ്റൂല, അത് നിർബന്ധമാണ്. ബാക്കി സമയം മുഴുവനും ഇബാദത്തിലായി ചെലവഴിക്കണം. ആ ഇബാദത്ത് ഏതാണ്? ഉമ്മയെ പരിപാലിക്കലാണ്, ഉമ്മയെ ശുശ്രൂഷിക്കലാണ്. അല്ലാഹുവേ, നമ്മുടെ ഉമ്മമാർക്ക് ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസ് നൽകണേ അല്ലാഹ്. മരണപ്പെട്ടവർക്ക് നീ സ്വർഗം നൽകണേ അല്ലാഹ്. ഇതൊക്കെ പറയുമ്പോ അപ്പുറത്തുനിന്ന് ഉപ്പമാര് ചോദിക്കണ്ടേ, എന്താണ് ഉസ്താദെ എന്നെ കുറിച്ച് പറയാത്തത്? ഇൻഷാ അല്ലാഹ് വരും നമ്മൾ. ഉമ്മാനെ കുറിച്ച് പറയട്ടെ. ഉമ്മയാണ് ഒന്നാം സ്ഥാനം, ഉമ്മക്കാണ് ഒന്നാം സ്ഥാനം, അല്ലേ? ഹബീബായ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്ന് ചോദിച്ചില്ലേ, അല്ലാഹുവും അവന്റെ റസൂലും കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഞാൻ ബന്ധമുള്ളത് ആരോടാണ്? ഉമ്മുക്കി, നിന്റെ ഉമ്മയോടാണ്. ഉമ്മുക്ക്, നിന്റെ ഉമ്മയോടാണ്. അല്ലാഹ്
വീണ്ടും ചോദിച്ചു ഉമ്മുക്, നിന്റെ ഉമ്മയോടാണ്. പിന്നെയും ചോദിച്ചു ആരാണ് നബിയെ? ഉമ്മുക്, നിന്റെ ഉമ്മയോടാണ്. മൂന്നാമത്തെ പ്രാവശ്യം നാലാമത്തെ പ്രാവശ്യം ചോദിച്ചു. അപ്പൊ പറഞ്ഞു അബൂക്, നിന്റെ ഉപ്പയോടാണ്. അപ്പൊ ഉമ്മയോടാണ് ഏറ്റവും വലിയ ബന്ധമുണ്ടാകേണ്ടത്, ഉമ്മയോടാണ് ഏറ്റവും വലിയ സ്നേഹമുണ്ടാകേണ്ടത്. ആ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ ധാരാളം കൊണ്ടു നടക്കാൻ നമ്മൾ ശ്രമിക്കണം. അല്ലാഹ് പ്രിയമുള്ളവരെ, അപ്പൊ ഉമ്മയ്ക്ക് ഒരു ഖിദ്മത്ത് എടുത്തിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ ആ ദുആ അള്ളാഹു സ്വീകരിക്കും. അതിനെ വസീലയാക്കി ചോദിക്കണം. ഉമ്മാക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് കൊടുത്ത്, അള്ളാഹുവേ ഞാൻ ചെയ്തത് വലിയൊരു പ്രവൃത്തിയാണ്, അതിന്റെ ബർക്കത്ത് കൊണ്ട് എനിക്ക് ഇന്നാലിന്ന കാര്യം നീ റാഹത്താക്കി തരണേ അല്ലാഹ്. നിങ്ങൾ അങ്ങനെ ദുആ ചെയ്തു നോക്ക്, അള്ളാഹു നിങ്ങളെ ദുആ സ്വീകരിക്കും. ഏതൊരു ദുആ നടത്തുമ്പോഴും അതിനൊരു വസീല ഉണ്ടായാൽ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബർക്കത്ത് കൊണ്ട് എന്നെ നീ നന്നാക്കണേ അല്ലാഹ്. ഗൗസുൽ ആദം ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളെ ബർക്കത്ത് കൊണ്ട് എന്റെ ഇന്നാലിന്ന പ്രശ്നം നീ പരിഹരിക്കണേ അല്ലാഹ്. വിശുദ്ധ റമദാനിന്റെ ബർക്കത്ത് കൊണ്ട് എനിക്ക് നീ ഖൈർ ചൊരിയണേ അല്ലാഹ്. അങ്ങനെ ഒരു വസീല ദുആ ചെയ്യുന്ന സമയത്ത് അതിലേറ്റവും നല്ല വസീലയാണ് ആരംഭപ്പൂവായ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് ദുആ നടത്തുന്ന സമയത്തും ഹബീബായ തങ്ങളെ ബർക്കത്ത് കൊണ്ട് എന്നെ നീ നന്നാക്കണേ അല്ലാഹ്. മുത്തുനബിയുടെ ബർക്കത്ത് കൊണ്ട് ഇന്നാലിന്ന കാര്യം എനിക്ക് നീ സാധിപ്പിച്ചു തരണേ അല്ലാഹ്. അത് നല്ലൊരു ദുആയാണ്. അപ്പൊ അതിന്റെ കാരണമായി അള്ളാഹു നമ്മുടെ ദുആ സ്വീകരിക്കും. അതുപോലെ ഒരു വസീല ചെയ്യാൻ പറ്റിയ വിഷയമാണ് പൊന്നാര ഉമ്മ. അള്ളാഹുവേ, എന്റെ ഉമ്മാക്ക് ഇന്നാലിന്ന ഖൈർ ഞാൻ ചെയ്തു, ഒരു നല്ല സ്വർണത്തിന്റെ മാല കൊണ്ടു കൊടുത്തു, അത് ഉമ്മാക്ക് ഇഷ്ടമായിരിക്കും അല്ലേ? അല്ലെങ്കിൽ ഉമ്മാക്ക് ഒരു 1000 രൂപ കൊടുത്തു, അത് ഉമ്മമാർക്ക് ഇഷ്ടമാണ്. ഉമ്മമാരുടെ കയ്യിൽ പണമുണ്ടാവട്ടെ, പണമില്ലാതിരിക്കട്ടെ, ഉമ്മാക്ക് കൊടുക്കുക എന്നത് വലിയ പുണ്യമുള്ള കാര്യമാണ്. സദഖകളിലെ വലിയ ഒരു സദഖയാണ് ഉമ്മാക്ക് കൊടുക്കുക എന്നത്. 1,00,000 കൂലിയാണ്. 1 രൂപ കൊടുത്താൽ 1,00,000 രൂപ കൊടുത്ത കൂലി. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഒരു ആലിമിന് കൊടുത്താൽ 9 ലക്ഷം കൂലിയാണ്. അല്ലാഹ് അങ്ങനെ ഒരു ആലിമായ ദീനിന്റെ എല്ലാ വിഷയങ്ങളിലും ഇടപെടുന്ന ഒരു വലിയ ആലിമിന്റെ കയ്യിലേക്ക് കോടിക്കണക്കിന് രൂപ കൊടുത്തയച്ചവരാണ് നമ്മുടെ മദനിയ കുടുംബം. അല്ലാഹുവേ, ഒരു സദഖത്ത് 9 ലക്ഷമാണ് കൂലിയെങ്കിൽ അല്ലാഹുവേ, അവർക്ക് ആ പ്രതിഫലം നീ നൽകണേ അല്ലാഹ്. നീ നൽകണേ അല്ലാഹ്, നീ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, സഹായിച്ച എല്ലാവരെയും ദുനിയാവിലും ആഖിറത്തിലും നീ സഹായിക്കണേ അല്ലാഹ്. ഉമ്മക്ക് സഹായിക്കുക, ഉപ്പക്ക് കൊടുക്കുക എന്നത് വലിയ പുണ്യമാണ്. അവരുടെ കയ്യിൽ ഉണ്ടാവട്ടെ, ഇല്ലാതിരിക്കട്ടെ, അവർക്ക് കൊടുക്കണം. കൊടുക്കുമ്പോ അത് അവർക്ക് വലിയ ഇഷ്ടമാണ്, വലിയ ഇഷ്ടമാണ്. അല്ലാഹ് ഏത് പ്രശ്നത്തിനും പരിഹാരം ആ ഉമ്മയെ തവസ്സുല് ചെയ്ത്, ഉമ്മാക്ക് ചെയ്ത നന്മയെ തവസ്സുല് ചെയ്ത്, അല്ലാഹ് ഞാൻ എന്റെ ഉമ്മാക്ക് 1000 രൂപ കൊടുത്തു, അല്ലെങ്കിൽ എന്റെ ഉമ്മാക്ക് ഞാനൊരു സദഖ കൊടുത്തു, എന്റെ ഉമ്മാക്ക് ഞാൻ ഇന്നാലിന്ന ആവശ്യം നിറവേറ്റി കൊടുത്തു, അതിന്റെ ബറക്കത്ത് കൊണ്ട് എന്റെ ഇന്നാലിന്ന പ്രശ്നങ്ങള് നീ പരിഹരിക്കണേ അല്ലാഹ് എന്ന് റബ്ബിനോട് ചോദിച്ചാൽ ആ ദുആ റബ്ബ് സ്വീകരിക്കുമേ. അല്ലാഹ് മഹാനായ ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു അൻഹുവിന് 3 പ്രത്യേകതകളുണ്ട്. ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു അൻഹുവിന് 3 പ്രത്യേകതകള്. എന്താണ് ആ പ്രത്യേകതകൾ എന്നറിയുമോ? അല്ലാഹ് ഉമ്മ തലചൊറിയുന്നത് കണ്ടാൽ, ഉമ്മ തലചൊറിയുന്നത് കണ്ടാൽ പതിയെ ചെന്ന്
ഉമ്മയുടെ തലയിൽ നിന്ന് വേദന വരാത്ത രൂപത്തിന് പേനിനെ നോക്കിയെടുക്കുമായിരുന്നുവത്രേ. മഹാനായ മുഹമ്മദ് ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു അൻഹു ഉമ്മ തല ചൊറിയുന്നത് കണ്ടാൽ ഉമ്മാന്റെ അടുക്കൽ പോയിരിക്കും. പെൺമക്കൾക്ക് മാത്രമേ പേനെടുക്കാൻ പറ്റുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. തലയിൽ സ്വാഭാവികമായും പേനൊക്കെ ഉണ്ടായി എന്ന് വരാം. കാരണം അവർക്കും ജീവിക്കണ്ടേ, അവർക്ക് ജീവിക്കാനുള്ള സ്ഥലം തലയാണ്. അപ്പൊ ഒരു തലയിലെ മുടിയുടെ ഇടയില് അവര് ജീവിക്കാനുള്ള ഒരു വകുപ്പ് കണ്ടെത്തും. നമ്മളത് ഇല്ലായ്മ ചെയ്യണം. ചില ആളുകളുണ്ട് പേനിന്റെ ശല്യം കൊണ്ട് സഹിക്കാൻ കഴിയാത്ത ആളുകളുണ്ട്. അല്ലാഹുവേ, അവരുടെ പേനിന്റെ ശല്യം നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. മുഹമ്മദ് ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു അൻഹു എന്താ ചെയ്യുന്നത്? ഉമ്മാന്റെ അടുക്കൽ ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു അൻഹു ഉമ്മാന്റെ അടുക്കൽ ചെന്നിരിക്കും. എന്നിട്ട് ഉമ്മാക്ക് വേദന വരാത്ത രൂപത്തിൽ തലയിൽ നിന്ന് പേനെടുത്തു കൊടുക്കും. സുബ്ഹാനല്ലാഹ്, പണ്ടൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു അല്ലേ? ഉമ്മാന്റെ തലയിൽ നിന്ന് പേനെടുത്തു കൊടുക്കുക. ഇപ്പൊ അതുണ്ടോ? അല്ലാഹു അലം, അല്ലാഹു അലം. ഫാഷനായി പോയില്ലല്ലേ? പുതിയ യുഗമല്ലേ? എനിക്ക് അതിനൊന്നും കഴിയൂല, ഞാൻ പേനെടുക്കേണ്ട ആളോ എന്നൊക്കെ ചിന്തിക്കുന്ന മക്കളുണ്ട്. നഊദു ബില്ലാഹ്. പെൺമക്കളാണ് പൊതുവെ അതിന് തയ്യാറാവാറുള്ളത്. ഉമ്മാന്റെ തലയിൽ നിന്ന് പേനെടുത്തു കൊടുക്കണം, തലവാരി കൊടുക്കണോ? അതൊക്കെയാണ് സ്നേഹം എന്ന് പറയുന്നത്, മഹബ്ബത്ത് എന്ന് പറയുന്നത്. ആ ഉമ്മാന്റെ തലയിൽ നിന്ന് ഉമ്മാക്ക് വേദന വരാത്ത രൂപത്തിൽ പേനിനെ എടുത്തു കൊടുക്കുകയാണ്. മാത്രവുമല്ല, മഹാനായ ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ രണ്ടാമത്തെ പ്രത്യേകത എന്താണെന്നറിയുമോ? ഉമ്മാന്റെ വായിലേക്ക് സ്നേഹത്തോടെ ഭക്ഷണം വെച്ചു കൊടുക്കുകയാണ്. ഉമ്മാന്റെ വായിലേക്ക് ഭക്ഷണം വെച്ചു കൊടുക്കുകയാണ്. എന്തൊരു സ്നേഹമാണല്ലേ! ഉമ്മാന്റെ വായിലേക്ക് ഭക്ഷണം വെച്ചു കൊടുക്കാറുണ്ടായിരുന്നു. അല്ലാഹ്, ഉമ്മ പറഞ്ഞത്, നമ്മള് വയസ്സായാല് സ്വാഭാവികമായും ഭക്ഷണമൊന്നും കഴിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അല്ലാഹ്, എന്റെ ഉപ്പ 2 മാസക്കാലോളം നീണ്ട ഒരുപാട് വർഷക്കാലം സുഖമില്ലാതെ കിടന്നെങ്കിലും 2 മാസക്കാലം പൂർണ്ണമായി ഉപ്പ സുഖമില്ലാതെ കിടന്നു. ആ സമയങ്ങളിൽ പ്രിയപ്പെട്ട ഉപ്പാക്ക് വേണ്ടി ഖിദ്മത്തെടുക്കാൻ ഞാൻ ജോലി സ്ഥലത്ത് നിന്ന് ജോലി തൽക്കാലം അവിടെ ലീവ് പറഞ്ഞ് 2 മാസക്കാലം ഉപ്പാന്റെ അടുക്കൽ വന്ന് കൂടി. എന്നിട്ട് ഉപ്പാന്റെ വായിലേക്ക് ഭക്ഷണം വെച്ചു കൊടുക്കലും അതുപോലെയുള്ള ഉപ്പാനെ കുളിപ്പിക്കലും വധുവെടുത്ത് കൊടുപ്പിക്കലും നിസ്കരിപ്പിക്കലും ഒക്കെ ഉണ്ടായിരുന്നു. അള്ളാഹു സ്വീകരിക്കട്ടെ. ഞാനത് നിങ്ങളുടെ മുന്നിൽ വലിയ ആളാവാൻ വേണ്ടി പറഞ്ഞതല്ല, നമുക്കൊക്കെ വലിയ പാഠങ്ങളാണ്. ബഹുമാനപ്പെട്ട നമ്മുടെ ഉസ്താദുമാരും വലിയ ആലിമീങ്ങളും ബഹുമാനപ്പെട്ട ശൈഖുന പേരോട് ഉസ്താദ് ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഉസ്താദ് പുല്ലൂക്കരയിൽ പഠിക്കുന്ന സമയം, ആ സമയത്ത് ഉപ്പ സുഖമില്ലാതെ കിടക്കുകയാണ്. ആ ഉപ്പയെ ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടി ഉസ്താദ് അവറുകളെ പെരിങ്ങത്തൂരിൽ വന്ന് വാഹനമിറങ്ങി പിന്നീട് പെരിങ്ങത്തൂരിൽ നിന്ന് അങ്ങ് പുല്ലൂക്കരയിലേക്ക് നടന്നു പോകുമായിരുന്നു. അത്രേ ഒരുപാട് ദൂരം നടക്കാനുണ്ട്. അവിടെ പോയി നടന്ന് അവിടെ ദർസുൽ കിതാബ് ഓതി പഠിച്ച് രാത്രിയാകുമ്പോ വീണ്ടും വീട്ടിലേക്ക് വരും. എന്നിട്ട് ഉപ്പയെ കുളിപ്പിച്ച് വൃത്തിയാക്കി ഉപ്പാക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് അങ്ങനെ രാവിലെ ഉപ്പാക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്ത് അങ്ങനെ രാവിലെ വീണ്ടും പഠിക്കാൻ വേണ്ടി അവിടെ നിന്ന് ഇങ്ങനെ വരും. എന്നിട്ട് നടന്നു പോകും. അങ്ങനെ വീണ്ടും വൈകുന്നേരവും അങ്ങനെ പഠിച്ചുണ്ടാക്കിയതാണ് അവരൊക്കെ ഇൽമുകളും അറിവുകളുമെല്ലാം. അല്ലാഹുവേ, ഉസ്താദിന് നീ ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാഹ്, ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്, ആരോഗ്യം നൽകണേ റഹ്മാനെ. ഞാൻ പറയുന്നത് നമ്മൾ നമ്മുടെ ഉപ്പമാരോടും ഉമ്മമാരോടും ഒക്കെ വലിയ സ്നേഹമുള്ളവരാവണം. അവര് മരിച്ചു കഴിഞ്ഞാൽ അതിന്റെ വില അറിയാം. ജീവിച്ചിരിക്കുന്ന സമയത്ത് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ഖിദ്മകളെല്ലാം ചെയ്തു കൊടുക്കണം. ഞാൻ ഇപ്പോൾ ചിന്തിക്കുകയാണ്, ഞാനൊക്കെ ചെയ്തത് കുറവായി പോയ അല്ലാഹ്, ഒരു വർഷം തന്നെ ഉപ്പാന്റെ കൂടെ പൂർണ്ണമായി ഉണ്ടാകണമായിരുന്നു എന്നൊക്കെ പലപ്പോഴും ചിന്തിച്ചു പോകാറുണ്ടായിരുന്നു.
ഉണ്ടായിരുന്നു. എന്തായാലും അവസാനം അങ്ങനെയെങ്കിലും കഴിഞ്ഞല്ലോ എന്ന സന്തോഷമാണ്. അല്ലാഹു നമ്മളെ മരണപ്പെട്ടു പോയ ഉപ്പമാരുടെയും ഉമ്മമാരുടെയും ഖബർ നീ സ്വർഗ്ഗത്തിന്റെ വീടാക്കണേ അല്ലാ. എല്ലാ ദോഷങ്ങളും അവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന ഉപ്പയോടും ഉമ്മമാരോടും വലിയ സ്നേഹമുള്ള മക്കളാകണോ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മഹാനായ ഹാരിസ് ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു അൻഹു അതേ ഉമ്മയോട് ഉമ്മ വല്ലതും പറഞ്ഞാൽ മനസ്സിലായില്ലെങ്കിൽ ഉമ്മയോട് വീണ്ടും ചോദിക്കില്ലായിരുന്നു, അടുത്തുള്ള ആളുകളോട് ചോദിക്കുമായിരുന്നു അത്രേ. ഉമ്മ ഒരു കാര്യം പറഞ്ഞു, അത് ഉമ്മ പറഞ്ഞത് ഉമ്മ അതെ മഹാനവറുകൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഉമ്മ എന്താണ് പറഞ്ഞതെന്ന് വീണ്ടും ചോദിക്കുന്ന ശീലമില്ല. അടുത്തിരിക്കുന്ന ആളുകൾ ഒരുപക്ഷെ ഉമ്മാന്റെ കൂടെ എല്ലാ സമയവും കഴിയുന്ന മകൾക്ക് ആ പറഞ്ഞ വാക്കുകൾ മനസ്സിലായെന്ന് വരാം. അവരോട് ചോദിക്കും, എന്താണ് എന്റെ ഉമ്മ പറഞ്ഞത്? അങ്ങനെ അതപോടെ ബഹുമാനത്തോടെ ആദരവോടെ അവര് ഉമ്മയോട് പെരുമാറി. ഈ കാരണത്താൽ മഹാനായ ഹാരിസ് ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു അൻഹു സ്വർഗ്ഗത്തിൽ വെച്ച് അതേ ഖുർആൻ പാരായണം ചെയ്യുന്നത് ഹബീബായ തങ്ങൾ കണ്ടിരുന്നുവത്രേ. ഇസ്റാ വൽ മിഅ്റാജിന്റെ യാത്ര പോയപ്പോ ഹാരിസ് ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതുന്നത് കേൾക്കുകയാണ് സ്വർഗ്ഗത്തിൽ വെച്ചിട്ട്. എന്തേ കാരണമെന്ന് അന്വേഷിച്ചപ്പോ ഹബീബായ തങ്ങൾക്ക് മനസ്സിലായി ഉമ്മയോട് നല്ല നിലക്ക് പെരുമാറിയതാണ്. ഉമ്മയെ ബഹുമാനിച്ചു. ആ ബഹുമാനിച്ച കാരണത്താൽ സ്വർഗ്ഗത്തിലെ ഖുർആൻ പാരായണം ചെയ്യുന്നത് കണ്ടിരുന്നുവത്രേ. മുഅ്മിനീങ്ങളെ, അതാണ് സ്നേഹമെന്ന് പറയുന്നത്. അല്ലാഹു ബഹുമാനിക്കാൻ പറഞ്ഞവരെ ബഹുമാനിച്ചാൽ അല്ലാഹു വലിയ ഖൈറുകളും വലിയ സന്തോഷങ്ങളും നമ്മുടെ ജീവിതത്തിൽ നൽകും കേട്ടോ. ഉമ്മയോട് വലിയ സ്നേഹം വേണം. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ ഒരാൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച ആ വ്യക്തി അദ്ദേഹം ഉമ്മയെ നന്നായി ശുശ്രൂഷിച്ചു, ഉമ്മയെ നന്നായി പരിപാലിച്ചു. കടൽക്കരയിൽ ചെന്നിട്ട് അതേ മഹാനവറുകൾ കാണുകയാണ് ഒരു മനോഹരമായ കടലിൽ ഒരു മനോഹരമായ വീട്. ആ സുന്ദരമായ വീട്, ആ വീട് കടലിൽ കാണുകയാണ്. അതിന്റെ അകത്തളങ്ങളിൽ ഒരാൾ അല്ലാഹുവിന്റെ ഇബാദത്ത് ചെയ്യുകയാണ്. സുബ്ഹാനല്ലാഹ്. കാര്യം അന്വേഷിച്ചപ്പോൾ ആ മനുഷ്യൻ പറയാണ്, എങ്ങനെയാണ് ഇങ്ങനെയുള്ള ഒരു അവസരം കിട്ടിയത്? അപ്പോൾ പറയുകയാണ്, എന്റെ ഉമ്മയുണ്ടായിരുന്നു, ആ ഉമ്മ പാവമാണ്, ആ ഉമ്മക്ക് ഞാൻ ഖിദ്മത്ത് ചെയ്തു, ഉമ്മക്ക് ഭക്ഷണം കൊടുത്തു, ഉമ്മയെ പരിപാലിച്ചു, ഉമ്മക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തു. ഒരു ദിവസം അതേ എന്നോട് ഉമ്മ പറഞ്ഞു, മോനെ, അങ്ങനെ ഉമ്മ ഒരു ദിവസം ഈ ലോകത്തോട് യാത്ര പറഞ്ഞുപോയി. സുബ്ഹാനല്ലാഹ്. ആദ്യം കുറെ കാലം ഉപ്പക്ക് ഖിദ്മത്തെടുത്തു, പിന്നീട് ഉമ്മക്ക് ഖിദ്മത്തെടുത്തു. അവസാനം ഉമ്മയും ലോകത്തോട് വിട പറഞ്ഞുപോയി. ഞാൻ ഒറ്റയ്ക്ക് കടൽക്കരയിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്തു, യാ അല്ലാഹ്, എന്റെ ഉമ്മയും എന്റെ ഉപ്പക്കും ഞാൻ ഒരുപാട് ഖിദ്മത്തുകൾ ചെയ്തിരുന്നു അല്ലാഹ്. അതിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ, എല്ലാ സമയങ്ങളിലും നിനക്ക് ഇബാദത്ത് ചെയ്യാനുള്ള ഒരു അവസരം എനിക്ക് തരണേ അല്ലാഹ്.
ആ കടൽക്കരയിലൂടെ ഞാൻ നടക്കുമ്പോ അതാ കടലിൽ നിന്ന് സുന്ദരമായ ഒരു വീട് പോലെ ഒരു സാധനം എന്റെ മുന്നിലേക്ക് വരികയാണ്. ഞാൻ അതിന്റെ അകത്തളങ്ങളിലേക്ക് കയറി എന്നെയും കൊണ്ട് ആ വീട് കടലിന്റെ ഉള്ളുകളിലേക്ക് യാത്ര ചെയ്തു. അങ്ങനെ പ്രിയമുള്ളവരെ, ആ പവിത്രമായ വീട്ടിന്റെ ഉള്ളിൽ എല്ലാ സമയവും അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് അദ്ദേഹം ജീവിക്കുകയാണ്. അത് കാണുകയാണ് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഉമ്മയെ ബഹുമാനിച്ചാൽ, ഉമ്മയെ ആദരിച്ചാൽ, അവർക്ക് വേണ്ടി ശുശ്രൂഷകൾ ചെയ്താൽ, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ, قل لهما قولا كريما واخفض لهما جناح الذل من الرحمة واخفض لهما جناح الذل من الرحمة. അവർക്ക് നിങ്ങൾ കാരുണ്യത്തിന്റെ ചിറകുകൾ വിരിച്ചു കൊടുക്കണേ. എത്ര നല്ല പദപ്രയോഗമാണ് അല്ലാഹ് നടത്തിയത്. കാരുണ്യത്തിന്റെ ചിറകുകൾ അവർക്ക് നിങ്ങൾ വിരിച്ചു കൊടുക്കണോ. അത്രമാത്രം അവരോട്, മാതാപിതാക്കളോട് വലിയ സ്നേഹമുള്ള മക്കളായി നിങ്ങൾ മാറണം. എന്നിട്ട് അല്ലാഹ് പറയുകയാണ്, വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറാ. അല്ലാഹുവേ, എന്റെ മക്കളെ, അല്ലാഹുവേ എന്റെ മാതാപിതാക്കളെ, ആ മാതാപിതാക്കൾക്ക് നീ ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറാ. അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. റബ്ബിർഹംഹുമാ, അല്ലാഹുവേ അവർക്ക് നീ റഹ്മത്ത് ചൊരിയണേ അല്ലാഹ്. കമാ റബ്ബയാനി സ്വഗീറ, ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് എങ്ങനെയാണോ എന്നോട് അവർ കരുണ ചെയ്തത്, അതുപോലെ റബ്ബേ അവർക്കും നീ കരുണ ചൊരിയണേ അല്ലാഹ് എന്ന് മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം. എല്ലാ 5 വക്ത് നിസ്കാരത്തിന്റെ ശേഷവും മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം. അത് നമ്മുടെ കടമയാണ്. അല്ലാഹുവിന്റെ ഖുർആനാണ് പറഞ്ഞത്, റബ്ബിർഹംഹുമാ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറാ. മരണപ്പെട്ട ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യണം, മരണപ്പെട്ട ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്യണം, ജീവിച്ചിരിക്കുന്ന ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യണം, ജീവിച്ചിരിക്കുന്ന ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്യണം. എല്ലാവർക്കും ദുആ ചെയ്യണം. അത് നമ്മുടെ കടമയാണ്. ഉമ്മയോട് സ്നേഹമുണ്ടോ, ഉപ്പയോട് സ്നേഹമുണ്ടോ, അവർക്ക് വേണ്ടി ദുആ ചെയ്യണേ. അല്ലാഹുവേ അവർക്ക് നീ ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും നീ നൽകണേ അല്ലാഹ്. അവർക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യുവാനും അവരെ സ്നേഹിക്കുവാനും അവരെ ഹുബ്ബ് വെക്കുവാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അതിന് പകരം അവരെ വേദനിപ്പിക്കുന്ന ഒരു വാക്ക് പോലും നമ്മുടെ ഭാഗത്ത് നിന്ന് വരുത്തല്ലേ അല്ലാഹ്. ഉമ്മയോട് മോശമായി പെരുമാറിയ മക്കളാണോ, ഉമ്മയോട് പൊരുത്തം ചോദിക്കണേ, ഉമ്മയോട് പൊരുത്തപ്പെടിക്കണേ. അതേ സമയത്ത് ഉമ്മമാരെ, നിങ്ങളുടെ ഭാഗത്ത്, നിങ്ങളുടെ മക്കളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പോരായ്മകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളും നിങ്ങളുടെ മക്കൾക്ക് പുറത്തു കൊടുക്കാനുള്ള മനസ്സ് കാണിക്കണേ. എന്റെ മകള്, എന്റെ മകന് ഞാൻ കാരണം നരകത്തിൽ കടക്കുന്ന ഒരു അവസ്ഥ വരാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്. വിറക് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞപ്പോ ആ ഉമ്മ പേടിച്ചു പോയല്ലോ. ഉമ്മാന്റെ മനസ്സ് മാറി. എന്തിനാണ് വിറക് കൊണ്ടുവരാൻ പറയണത്? നിങ്ങളുടെ മകനെ കത്തിക്കാൻ വേണ്ടിയാണ്. ആ ഉമ്മാന്റെ മനസ്സ് പേടിച്ചു പോയി. ആ ഉമ്മ പറഞ്ഞു, നബിയേ എന്റെ മകനിക്ക് ഞാൻ പൊരുത്തപ്പെട്ടു കൊടുത്തിരിക്കുന്നു യാ റസൂലല്ലാഹ്.
അല്ലാഹുവിന്റെ റസൂല് സ്വഹാബത്തിനെ പറഞ്ഞയച്ചു ആ സ്വഹാബിയുടെ അടുക്കലേക്ക്. അപ്പോൾ നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ആ സ്വഹാബിയത ചൊല്ലുകയാണ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഉമ്മാന്റെ പൊരുത്തം എന്ന് പറയുന്നത് വലിയ വിഷയമാണ്. ഒരു സ്വഹാബിക്ക് ഷഹാദത്ത് കലിമ ചൊല്ലാതിരിക്കാൻ ആ ഉമ്മാന്റെ പൊരുത്തക്കേട് കാരണമായെങ്കിൽ ഉമ്മാന്റെ പൊരുത്തം നമുക്കും വേണേ. മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടെ മരിക്കണോ, അതിന് ഉമ്മാന്റെ പൊരുത്തം വേണം. അല്ലാഹ്, ഞങ്ങളെ ഉമ്മമാരുടെ പൊരുത്തമില്ലാതെ മരിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ഞങ്ങൾക്ക് തരല്ലേ യാ അല്ലാഹ്. ഉമ്മാക്ക് വയസ്സായിട്ടുണ്ടെങ്കിൽ ആ ഉമ്മാനെ നോക്കാൻ മനസ്സ് കാണിക്കണേ. പെങ്ങളെ ഒന്ന് വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തണം. നിന്റെ വീട്ടില് നിന്റെ റൂമിന്റെ അകത്തളങ്ങളില് ആ ഉമ്മ കിടക്കുമ്പോ ഒരു ശല്യമാണ് എന്ന് നിനക്ക് തോന്നിപ്പോയോ? അങ്ങനെയാണ് ചിലര് വയസ്സായ സമയത്ത് ഉമ്മ വീട്ടിലുണ്ടാകുന്നത് ചില മക്കൾക്ക് ചെറിയ ഷൈമുകേടായി തോന്നുകയാണ്, അതെനിക്കൊരു കുറവായി തോന്നുകയാണ്. എന്റെ ഉമ്മ എന്റെ വീട്ടിലുണ്ടാകുന്നത് ഒരു കുറവായി തോന്നുകയാണോ? നഊദു ബില്ലാഹ്, അല്ലാഹു കാക്കട്ടെ. അങ്ങനെയുണ്ട് ചില മക്കള്, വീട്ടിൽ ഉമ്മ ഉണ്ടായാൽ ഉപ്പുണ്ടായാൽ, വൃദ്ധസദനങ്ങളുടെ ലോകമല്ലേ, ഉമ്മാനെയും ഉപ്പാനെയും വൃദ്ധസദനങ്ങളിലേക്ക് അയക്കാൻ വേണ്ടി മത്സരിക്കുന്ന മക്കളാണ്. നിങ്ങൾ വിചാരിക്കണ്ട നിങ്ങളെ മക്കൾ വിടുന്ന്, നിങ്ങളും വലുതാവട്ടെ, നിങ്ങളെ മക്കള് കാത്തിരിക്കുകയാണ് നിങ്ങളെ കൊണ്ടുപോകാൻ. കാരണം ആ മക്കള് കണ്ടിട്ടുണ്ട്, ആ മക്കള് പഠിച്ചതാണ്. എന്റെ ഉപ്പ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, പിന്നെ എനിക്ക് ചെയ്താൽ എന്താ? സുബ്ഹാനല്ലാഹ്, അങ്ങനെ ഒരു കഥ തന്നെ ഉണ്ടല്ലോ. വയസ്സായ ഒരു ഉമ്മ, ആ ഉമ്മ വയസ്സായി ശല്യമായി തോന്നിയപ്പോ ആ ഉമ്മാന്റെ മകൻ വലിയൊരു കുഴി കുഴിക്കുകയാണ്. കുഴി കുഴിക്കുന്നത് കണ്ടപ്പോ മകൻ ചോദിച്ചു, എന്തിനാണ് കുഴി കുഴിക്കുന്നത്? അപ്പൊ പറഞ്ഞു, വയസ്സായ ഉമ്മയെ കുഴിച്ചു മൂടാനാണ്. ആ മകൻ പോയി അപ്പുറത്ത് വേറൊരു കുഴി കുഴിക്കുന്നു. അപ്പൊ ചോദിച്ചു, എന്തിനാണ് കുഴിക്കുന്നത്? നിങ്ങളും വയസ്സാവുമല്ലോ, അപ്പൊ നിങ്ങളെ കുഴിച്ചിടാനാണ്. സുബ്ഹാനല്ലാഹ്, ശ്രദ്ധിക്കണോ? വയസ്സായ സമയത്ത് അവരോട് ബഹുമാനത്തോടെ ആദരവോടെ പെരുമാറുന്നതിന് പകരം അവരൊരു പക്ഷെ പായയിൽ മൂത്രമൊഴിച്ചത് വരും. നിങ്ങൾ ചെറിയ സമയത്ത് പ്രായയിൽ മൂത്രമൊഴിച്ച സമയത്ത് നിങ്ങൾ അവരെ വൃത്തിയാക്കിയിട്ടില്ലേ? അവര് കഴുകിയിട്ടില്ലേ? അവര് നിങ്ങളെ ശുശ്രൂഷിച്ചിട്ടില്ലേ? അവര് നിങ്ങളെ പരിപാലിച്ചിട്ടില്ലേ? നിങ്ങളൊക്കെ പായയിൽ മൂത്രമൊഴിച്ച സമയത്ത് എത്ര കാലങ്ങളാണ് അവര് കഴുകിയത്? എത്ര അധ്വാനം അവർ നടത്തിയത്? എത്ര പ്രയാസങ്ങൾ അവർ സഹിച്ചത്? എന്നിട്ട് അവര് വയസ്സായിട്ട് അവരെന്റെ വീട്ടില് ആളുകളൊക്കെ വരുമ്പോ ഒരു ചുമയൊക്കെ ഇങ്ങനെ കേൾക്കും റൂമിന്റെ ഉള്ളിന്ന്. അങ്ങനെയൊക്കെ ഉണ്ടാവും. വയസ്സായ സമയം ചുമക്കും, അതുപോലെ തന്നെ ഛർദിച്ചെന്ന് വരും, അങ്ങനെയൊക്കെ ഉണ്ടാവും. അതൊക്കെ സഹിച്ചുകൊണ്ട് അവരെ പോറ്റാനും അവർക്കൊരു തണലുമാവാനും മക്കളെ നിങ്ങൾക്ക് സാധിച്ചോ? എങ്കിൽ നിങ്ങൾ വിജയിച്ചു പോയി. അതേ സമയത്ത് അവര് വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ചുമക്കുന്നത് നിങ്ങൾക്കൊരു പ്രശ്നമാണല്ലേ, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാണല്ലേ. നല്ല അമ്പരച്ചുംബിയുള്ള അതിമനോഹരമായ വീട് കെട്ടി ചിലരുടെ ഭാര്യമാരാണ് അതിന് പ്രശ്നം. ഓ പെങ്ങളെ, നിന്റെ ഭർത്താവിന്റെ ഉപ്പയാണ് ഉമ്മയാണ്, അവരെ നോക്കേണ്ടത് നിന്റെ ഭർത്താവിന്റെയും നിന്റെയും കടമയാണ്. അത് നിനക്കൊരു കുറവായി തോന്നുകയാണല്ലേ. അങ്ങനെയുണ്ട് ചില ആളുകള്. പണവും സമ്പത്തും ഒക്കെ വർദ്ധിക്കുമ്പോ സ്വന്തം ഉപ്പാനെയും ഉമ്മാനെയും മറന്നു പോകുന്ന ചില മക്കള്. ഒരിക്കലും സംഭവിക്കാൻ പാടില്ല, ഒരിക്കലും സംഭവിച്ചു പോകാൻ പാടില്ല. അല്ലാഹു നമ്മുടെ ഉമ്മമാർക്ക് ദീർഘായുസ് കൊടുക്കട്ടെ. അല്ലാഹു ഉമ്മമാരുടെ എല്ലാ രോഗങ്ങളും ഉപ്പമാരുടെ എല്ലാ രോഗങ്ങളും അല്ലാഹു ശിഫയാക്കി കൊടുക്കട്ടെ.
അവരെ ശുശ്രൂഷിക്കേണ്ട, അവരെ പരിപാലിക്കേണ്ട സമയത്ത് പരിപാലിക്കണം. എന്നിട്ട് പിന്നീട് ഒരു ദിവസം ഉമ്മ മരിച്ചാല് വന്നിട്ട് കരയാണ്. എന്തിനാ കരയണത്? എന്ത് അവകാശമാ കരയാനുള്ളത്? വയസ്സായ സമയത്ത് ഉപ്പാനെയും ഉമ്മാനെയും നോക്കാതെ മരിച്ചാൽ ഉമ്മാന്റെ മയ്യത്തിനടുത്ത് വന്നിട്ട് കരയാണ്, ആളുകളെ കാണിക്കാൻ വേണ്ടി. അല്ലാതെ എന്താ അതിനെ കുറിച്ച് പറയാ? ജീവനുള്ള സമയത്ത് ആ ഉമ്മയും ആ ഉപ്പയൊക്കെ ഭാരമായിരുന്നു. മരിച്ച് കബറിലേക്ക് കൊണ്ടുപോകാൻ നോക്കുമ്പോ ആളുകൾ പറയല്ലോ, മകള് വന്നിട്ട് ഒരു തുള്ളി കണ്ണുനീര് പോലെ അവളെ കണ്ണെന്ന് വന്നില്ലട്ടോ. അത് ബോധ്യപ്പെടുത്താൻ വേണ്ടി ആളുകളെ മുന്നിൽ എനിക്ക് ഉമ്മാനോട് വലിയ സ്നേഹമുണ്ട്, ഉപ്പാനോട് വലിയ സ്നേഹമുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി ഒരു കരച്ചില്. അങ്ങനെയുണ്ട് ചില ആളുകള്. നന്നായി ശ്രദ്ധിക്കണോ? അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ, എന്റെ മദനീയം കുടുംബത്തിൽ അങ്ങനെയുള്ളവരുണ്ട് എന്നല്ല ഞാൻ പറയണേ. ഈ പ്രഭാഷണം നിങ്ങൾ എല്ലാവർക്കും കേൾപ്പിച്ചു കൊടുക്കണോ? സുബ്ഹാനല്ലാഹ്. ഉമ്മയോട് ബഹുമാനമില്ലാത്തവർ, ഉമ്മയോട് ആദരവില്ലാത്തവർ അങ്ങനെ ഒരിക്കലും ആകാൻ പാടില്ല. മക്കൾ കുറെ ഉണ്ടെങ്കിൽ ഉമ്മയെ ഉപ്പയെ ഷിഫ്റ്റ് ചെയ്യണം. കുറച്ച് ഉമ്മ അവിടെ നിൽക്കട്ടെ, കുറച്ച് ഉമ്മ ഇവിടെ നിൽക്കട്ടെ എന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടാക്കിയെടുക്കണോ. എന്നിട്ട് എല്ലാരും നോക്കണം ഉമ്മയെ. ഇത് ചില മകൾക്ക് മാത്രം ഉമ്മാനെ നോക്കാനുള്ള ഒരു മാറ്റിവെക്കല് പാടില്ല. ചില മകൾ ഉമ്മാനെ നോക്കാന് ചില മക്കൾക്ക് അതിന് സാധിക്കൂല. അങ്ങനെയൊന്നും ആവാൻ പാടില്ല. അള്ളാഹു നമ്മളെല്ലാവരെയും നന്നാക്കി തരട്ടെ. അള്ളാഹു നമ്മുടെ ഖൽബ് നന്നാക്കി തരട്ടെ. അള്ളാഹു നമ്മുടെ ഹൃദയം നന്നാക്കി തരട്ടെ. ഉമ്മ മരിച്ച് ഖബറിലേക്ക് പോകുമ്പോഴാണ് വേദന അറിയുക. അപ്പോൾ കരഞ്ഞിട്ട് കാര്യമില്ല. അതിനു മുമ്പ് ഉമ്മാക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്നതെല്ലാം ചെയ്തു കൊടുക്കണേ. അല്ലാഹുവേ, ഉമ്മ മരിച്ച് ഖബറിലേക്ക് പോകുന്ന ഒരു രംഗം യാ അല്ലാഹ് എത്രമാത്രം കരഞ്ഞിട്ടുണ്ട്, എത്രമാത്രം വേദനിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, നല്ല ഒരുപാട് സഹോദരിമാരുണ്ട് കേട്ടോ. അവരെയും പറയാതിരിക്കാൻ കഴിയൂല. അവർക്ക് ഉമ്മ എന്ന് പറഞ്ഞാൽ ജീവനാണ്. ഉമ്മയോട് എന്ത് സ്നേഹമാണ്. ഉമ്മയെ കുളിപ്പിക്കുന്നു, ഉമ്മയെ ശുശ്രൂഷിക്കുന്നു, ഉമ്മയെ പരിപാലിക്കുന്നു, ഉമ്മക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുകയാണ്. അങ്ങനെ ഉമ്മാനെ പരിപാലിച്ച് പോറ്റി വളർത്തിയ എത്രയെത്ര നല്ല സഹോദരിമാരുണ്ട്. ഇന്നും ഉമ്മയെ തേന് പോലെ പാല് പോലെ നോക്കുന്ന പെൺമക്കളില്ലേ? അതിനേക്കാളേറെയുണ്ട് അതേ വീട്ടിലെ മരുമക്കള്, അതേ സ്വന്തം മകളെക്കാളും ഉമ്മയെ നോക്കുന്ന എത്രയോ ഭർത്താവിന്റെ മകന്റെ ഭാര്യമാരായ മരുമക്കളുണ്ട് കേട്ടോ. എനിക്കറിയാം ഒരുപാട് മരുമക്കള് അവരുടെ ഭർത്താവിന്റെ ഉപ്പയോട് എന്തൊരു സ്നേഹമാണ്, ഭർത്താവിന്റെ ഉമ്മയോടൊരു സ്നേഹമാണ്. സ്വന്തം മകളെ കിട്ടിയില്ലെങ്കിലും എനിക്കെന്റെ ഒരു മകളെ കിട്ടിയല്ലോ എന്ന് സന്തോഷിക്കുന്ന എത്രയെത്ര ഉമ്മമാരുണ്ട്. അല്ലാഹ് ഉമ്മാനെ പൊന്നുപോലെ നോക്കിയ ഭർത്താവിന്റെ ഉമ്മയെ, ഭർത്താവിന്റെ ഉപ്പയെ പൊന്നുപോലെ നോക്കുന്ന എത്രയോ സഹോദരിമാരുണ്ട്. ഞാൻ മറ്റത് പറയുമ്പോ ഇത് പറഞ്ഞില്ല എന്ന പരാതി ആർക്കും വേണ്ടതില്ല. അങ്ങനെയുള്ളവരും ഉണ്ട്. അല്ലാഹുവേ, അവർക്കും നീ ഖൈർ ചൊരിയണേ അല്ലാഹ്, അവർക്കും നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. മൊത്തത്തിൽ പറഞ്ഞു വരുന്നത് ഉമ്മ വലിയ നിധിയാണ്, ഉമ്മ ആനന്ദമാണ്, ഉമ്മ സന്തോഷമാണ്, ഉമ്മ സമാധാനമാണ്. ആ ഉമ്മയുണ്ടെങ്കിലേ നമുക്ക് റാഹത്തുള്ളൂ. അല്ലാഹുവേ, നമ്മുടെ ഉമ്മമാരുടെ എല്ലാ പൊരുത്തവും അല്ലാഹ് സാധുക്കളായ ഞങ്ങൾക്ക് നീ നൽകണേ റബ്ബേ. അല്ലാഹു നമുക്ക് നൽകട്ടെ. അല്ലാഹു നമ്മളെ നന്നാക്കട്ടെ. അല്ലാഹു നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും എല്ലാ പ്രയാസങ്ങളും അല്ലാഹുവേ നീ പരിഹരിക്കണേ അല്ലാഹ്.
നീ പരിഹരിക്കണേ അല്ലാ. നീ ഞങ്ങൾക്ക് ഖൈർ ചൊരിയണേ അല്ലാ, ബറക്കത്ത് ചൊരിയണേ അല്ലാ. ഞാനിനെ നീട്ടിക്കൊണ്ടുപോയാൽ ഇനിയും ഒരുപാട് വിഷയങ്ങൾ ഉമ്മയുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. പക്ഷേ ഇപ്പോൾ സംസാരിക്കാനുള്ള സമയമില്ല. നമുക്ക് പ്രധാനമായി ഖത്മുൽ ഖുർആനിന്റെ ദുആ നടത്താനുണ്ട്. ഇൻഷാ അല്ലാഹ് ലക്ഷക്കണക്കിന് ഖത്മുകളാണ് നമ്മുടെ മദനിയ കുടുംബങ്ങൾ ഓതി തീർത്തത്. ഇൻഷാ അല്ലാഹ് നമ്മൾ അതിലേക്ക് കടക്കുകയാണ്. ഖത്മുൽ ഖുർആനിന്റെ ദുആയിലേക്ക് കടക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ മരണപ്പെട്ടു പോയ എല്ലാ ഉമ്മമാരുടെ ഖബറും അല്ലാഹുവേ നീ സ്വർഗത്തിന്റെ വീടാക്കണേ അല്ലാ, സ്വർഗത്തിന്റെ വീടാക്കണേ അല്ലാ. മരണപ്പെട്ടു പോയ എല്ലാ ഉമ്മമാർക്കും ഉപ്പമാർക്കും നീ അല്ലാഹുവേ പുറത്തു കൊടുക്കണേ റഹ്മാനെ അല്ലാ. ഉമ്മയെ കുറിച്ച് പറഞ്ഞപ്പോ ഉപ്പയെ കുറിച്ച് പറഞ്ഞില്ല എന്ന ഒരു പരാതി നമ്മൾ ആർക്കും വരരുത്. നമ്മൾ നല്ല ചെരുപ്പുകളൊക്കെ ഇട്ട് നടക്കുമ്പോ, നല്ല അന്തസ്സോടെ വസ്ത്രങ്ങൾ ധരിച്ചു നടക്കുമ്പോ ഒരു ഭാഗത്ത് ചോര നീരാക്കി നമുക്ക് വേണ്ടി അത് കൊണ്ടുതന്ന ബാപ്പയെ നമ്മൾ മറക്കരുത്. നമ്മൾ നല്ല ചെരുപ്പൊക്കെ നട്ട് നടന്നപ്പോ നമ്മുടെ ഉപ്പമാരുടെ കാലിലേക്ക് ഇട്ട ചെരുപ്പുകള് പലപ്പോഴും നമ്മൾ നോക്കിയാൽ അവര് ചെറിയൊരു ചെരുപ്പായിരിക്കും ഇട്ടിട്ടുണ്ടാവുക. എന്നാലും വേണ്ടില്ല, എന്റെ മകൻ നല്ല ചെരുപ്പ് ധരിക്കട്ടെ എന്ന് മനസ്സിലാക്കി നമുക്ക് വേണ്ടി അതേ അധ്വാനിച്ച എല്ലാവർക്കും അല്ലാഹ് റബ്ബേ നീ എല്ലാവർക്കും യാ അല്ലാഹ് ശിഫ നൽകണേ അല്ലാഹ്, ശിഫ നൽകണേ അല്ലാഹ്. രോഗികളായി കിടക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ട്. അല്ലാഹുവേ നീ അവർക്ക് ശിഫ നൽകണേ അല്ലാഹ്. മരണം ഖൈറാകുന്ന സമയത്ത് യാ അല്ലാഹ് നല്ല ഈമാനോടെ മരിപ്പിക്കണേ റബ്ബേ. അല്ലാഹു നമ്മളെ കബൂലാക്കട്ടെ, അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അല്ലാഹു വലിയ സന്തോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു നൽകട്ടെ. ഞാൻ കൂടുതൽ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. നമുക്ക് ഖത്മുൽ ഖുർആനിന്റെ ദുആ നടത്താനുണ്ട്. എത്രയോ ആളുകൾ തീർത്ത ഖത്മുകളുണ്ട്. സാധുവായ എനിക്ക് ഖുർആൻ കൂടുതൽ ഓതാൻ കഴിഞ്ഞിട്ടില്ല എന്ന വേദനയുണ്ട്. കാരണം അതേ ഒരുപാട് ഫോൺ കോളുകൾ, ആ കോളുകളൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോ ഖുർആൻ ഓതാൻ പലപ്പോഴും കഴിഞ്ഞിട്ടില്ല. അതേ കൂടുതൽ ഖുർആൻ ഓതാനുള്ള സമയം ലഭിച്ചിട്ടില്ല. നിങ്ങളെല്ലാം ധാരാളം ഖുർആൻ ഓതിയവരാണ്. അല്ലാഹു നമ്മുടെ ഖുർആൻ